വിവേകാനന്ദ ദിഗ്വിജയം ദ കോൺക്വസ്റ്റ് ഓഫ് വിസ്ഡം എന്നാണ്. അറിവിലൂടെ മാത്രമേ ജയം നേടാൻ കഴിയൂ എന്നുള്ള തത്വമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഇനി വരും തലമുറയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു തത്വമാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സൗമ്യമായും വളരെ കൂളായും കാമായും തത്വങ്ങൾ മുന്നോട്ട് വെച്ച് എതിരാളികളെ വരെ നിശബ്ദരാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിവുകൾ നേടാൻ കഴിയട്ടെ. അതിലൂടെ നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ വേദിക തത്വങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയട്ടെ. അത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ കുട്ടികളിലും അതിലൂടെ അവരുടെ കുട്ടികളിലും ഇനി വരും തലമുറയിലേക്ക് എല്ലാം നമുക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ സ്വാഗതം ചെയ്യുന്നു. संज्ञासाश्रमधर्मविधात्री ब्रह्मज्ञानसुधारसदात्री सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमामि। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे परमानन्दमाधवम्। ब्रह्मचर्यव्रतीदण्डी सर्ववेदान्तपण्डितः श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। मालासुधाकुम्भविबोधमुद्रा विद्याविराजत्करवारिजाताम् अपारकारुण्यसुधाम्बुराशिं श्रीशारदाम्बां प्रणतोऽस्मि नित्यम्। जय जय शंकर हर हर शंकर, जय जय शंकर हर हर शंकर, जय जय शंकर हर हर शंकर। A very warm greeting to all you friends and also the organizers of Overseas Friends of India, especially Mr. K.R. Pillai, who is pivotal in bringing me here to Qatar, especially my friend Praveen, who has taken yeoman's effort to bring me to your front. And today's topic is the conquest of wisdom. The conquest of wisdom, of course, is an ideal topic which can be having broader sense and respects the world over. And today I think this is a mixture of communities. Some are non-Malayalam speakers and some are Tamil, some are Malayalis. Most of you are Malayalis, I believe. Malayalam ആണ് കൂടുതലും. തമിഴുള്ളവർക്ക് അവർക്കും തമിഴും தெரியும். என்னோட தமிழ் தான் பேசு ஆத்துல பேசுறது தமிழ் தான். தமிழ் பேசுறோம், தமிழ் பேசுறோம். Whatever language you want, that's it. Choose from that. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലാണ് സാർ സംസാരിച്ചത്, നമ്മുടെ പ്രവീണ് സംസാരിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇവിടെയുള്ളതിൽ വലിയ ശതമാനം പേര് മലയാളികളാണ്. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ തുടരാൻ. ഇടയ്ക്ക് അല്പം ഇംഗ്ലീഷ് വന്നു പോയാൽ എന്താ തെറ്റല്ല, വളർത്തു ദോഷമാണ്. മനസ്സിലായി? എന്നുവെച്ചാൽ നമ്മളെല്ലാവരും തന്നെ ജനിച്ചു വീണ് നമ്മുടെ മലയാള മണ്ണിലാണെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തിന്റെ മണ്ണിലാണെങ്കിലും സാഹിത്യ ഭാഷയ്ക്ക് വലിയ മാന്യത ലോകത്ത് കിട്ടിയത് നമ്മുടെ വളർത്തു ദോഷം തന്നെ. പക്ഷേ ലോകം അങ്ങനെയാണ്. ലോക സമൂഹങ്ങൾ അനേകം
ഇന്ന് ജീവസന്ധാരണത്തിനായി കൊണ്ടുകൊണ്ട് നടക്കുന്ന ഭാഷയിൽ നിന്നൊക്കെ ആംഗലേയത്തെ നമുക്ക് പെറ്റമ്മ ഏതെങ്കിലും പോറ്റമ്മയെ കരുതേണ്ടി വരും. മാത്രമല്ല നമ്മൾ ഇന്ന് നിൽക്കുന്നത് I'm quite happy, really happy that I'm standing on the soil of the safest and the richest nation on earth. ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതവും ഭൂമിയിലെ ഏറ്റവും സമ്പന്നവുമായ ഖത്തറിന്റെ മണ്ണിൽ നിൽക്കുന്നു എന്നതിൽ അത്യന്തം സന്തോഷവുമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ ചെറിയ ഉപരോധമൊക്കെ നേരിട്ട സമയത്ത് ഓർക്കുന്നുണ്ടാവണം. ആ സമയത്ത് എൻ്റെ സുഹൃത്തായ പ്രവീൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രവാസികൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ എല്ലാം ജീവിതം കരുപിടിപ്പിച്ച, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറവും ചിറവും നൽകിയ ഖത്തർ ഒരു ആക്രമണം നേരിടുകയാണ്, ഒരു ഇമ്പോസിഷൻ. ചിലരൊക്കെ ഖത്തറിനെ എതിർത്ത് പറയുന്നതായി കേൾക്കുന്നു. അന്ന് ഒരു ശബ്ദ സന്ദേശം അയച്ച് ഈ 6.5 ലക്ഷം വരുന്ന, ശരിയല്ലേ, 6.5 ലക്ഷം വരുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഖത്തർ എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമല്ലെങ്കിലും നമ്മുടെ ധാത്രിയാണ്, ഒറ്റമ്മയാണ്, ഒരു കാരണവശാലും ഖത്തറിനെ കുറ്റപ്പെടുത്തരുത് എന്ന് ഒരു സന്ദേശം ഞാൻ ശബ്ദ സന്ദേശമായി അയച്ചിരുന്നു. Remember that I've sent a voice note supporting Qatar by all means, by spirits and work, because Qatar has been our foster mother and she has done it so well and she's doing it. അതുകൊണ്ട് അതെല്ലാം ഇന്ത്യയുടെ വളരെ വളരെ തിരക്കിട്ട ഒരു ഷെഡ്യൂളാണ്. കാരണം നമ്മൾ അല്പം വൈകിട്ടാണ് എത്തിയത്. എനിക്ക് എത്ര സമയം സംസാരിക്കാമെന്നുള്ള ധാരണ എനിക്കില്ല. വഴങ്ങാത്തതുമായി, കാരണം വയള ഞാൻ കൂടി എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമില്ല. അതാണ് അത് അയാൾക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ തലാത്തിരിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ ഭാരതീയരായി ജീവിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങി വരുന്ന കാലഘട്ടമാണ്. ഭാരതത്തിൽ ഭാരതം പുനർജനിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു പരിധി വരെ നമ്മൾ രാഷ്ട്രീയമായി ഭാരതത്തിൽ ഭാരതം പുനർജനിക്കുന്നത് കാഴ്ച കാണാൻ, സാക്ഷികളാവാൻ ഭാഗ്യം സിദ്ധിച്ചേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമാൻ നരേന്ദ്ര ദാമോദരദാസ് മോദിയുടെ അവതാരത്തോടുകൂടി ഭാരതത്തിൽ പുനർജനിച്ചിരിക്കുകയാണ്. അതൊരു സാധാരണ ജന്മമെന്നോ ജനനമെന്നോ പറഞ്ഞു തള്ളാൻ സാധിക്കില്ലല്ലോ. കാരണം ഏറ്റവും സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാത്മാക്കൾ ജനിച്ച ഇടമാണ് ഭാരതം. അത് ജന്മം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അത്തരം ആളുകളുടെ ജനനമല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദ് ആത്മാനം സൃജാമ്യഹം എന്ന ഭഗവാന്റെ പ്രതിജ്ഞ നിറവേറാൻ വേണ്ടി അവിടുത്തെ ഭൂതഗണങ്ങൾ അവതരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആംഗ്യ വാർത്ത നടക്കുന്നുണ്ട്. ശരിയാവുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് ഈ മൈക്രോഫോൺ ക്ലാരിറ്റി കുറവുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ടില്ല. അത് ശരീരം പഠിക്കുന്നുണ്ട്. ഞങ്ങളിതിനെ ശ്രമിച്ചു കൊള്ളാം. ഞാൻ പറഞ്ഞത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദ് ആത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പ്രതിജ്ഞ ഭാരതത്തിൽ നിറവേറപ്പെടുന്നു. ഒരിക്കല് ഞാൻ കുറച്ചുകൂടെ ഇൻഫോർമഡ് ആവാൻ ശ്രമിക്കുകയാണ്. കാരണം നിങ്ങൾ കൂടുതൽ ചേഞ്ച് എൻവയറൺമെന്റ് ഉണ്ടാക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങിയ ഒരു കുടുംബ സദസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ലഘൂകരിക്കുന്നത് നന്നായിരിക്കും. അപ്പോ ഒരിക്കല് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമേരിക്കയിൽ സന്ദർശിച്ച സമയത്ത് അവിടുന്ന് ഒരു ക്രിസ്ത്യൻ സഹോദരി
അമ്മയുടെ ഭക്തയാണ്, അവർ കാത്തലിക് ആണ്, ക്രിസ്ത്യൻ പ്രേയേഴ്സ് നടത്തുന്ന ആളാണ്. അവർ അമ്മയോട് വളരെ സന്ദേഹത്തോടു കൂടി ചോദിച്ചു, അമ്മ എന്തുകൊണ്ടായിരിക്കാം ഇത്ര അധികം മഹാത്മാക്കളും അവതാരങ്ങളും സിദ്ധപുരുഷന്മാരും യോഗിമാരും എല്ലാം ഭാരതത്തിൽ മാത്രം ജനിക്കുന്നത്, എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇത്ര അധികം ഇല്ലാത്തത് എന്ന് ചോദിച്ചു. അമ്മ വളരെ രസകരമായിട്ട് ചോദിച്ചു, മോൾക്ക് അമ്മ മേരി മാതാവ് ഒരു ചിത്രം തന്നാൽ മോളെ എവിടെ കൊണ്ട് വയ്ക്കും? അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പൂജാമുറിയിൽ തന്നെ വയ്ക്കും, ഏറ്റവും യോഗ്യമായ സ്ഥാനത്ത്. അമ്മ മോളെ ലോകത്തിന്റെ പൂജാമുറിയാണ് ഭാരതം. ഇതുപോലൊരു ഉപമ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത് അനുഭൂതിയുടെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന മഹാത്മാവിന് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഭാരതത്തിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ അഭിവാഞ്ഛകളുടെയും ഉത്കർഷേച്ഛയുടെയും പ്രാർത്ഥനയുടെ എല്ലാം ഭൂമികയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ എല്ലാം ഇരിപ്പിടമാണ്, നമ്മുടെ പൂജാമുറിയാണ് ഭാരതം. ഇത് മനസ്സിലാക്കണം. മാത്രമല്ല അവിടെ തീർന്നില്ല. മറ്റൊരു മഹാത്മാവായ ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറഞ്ഞിരിക്കല് ട്രെയിനിന്റെ എഞ്ചിൻ റൂം പോലെയാണ് ഭാരതം. ഈ എഞ്ചിൻ റൂം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ മറ്റു റൂമുകളെല്ലാം, ഈ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളെല്ലാം എഞ്ചിൻ റൂം പോലെ ഉത്തേജനം നൽകിക്കൊണ്ട് കൊണ്ടുപോകുന്നത് ഭാരതമാണ്. പക്ഷെ അത് ഭാരതമായിരുന്നു എന്ന് പറയേണ്ട ഗതികളുടെ കാര്യമാണ്. കഴിഞ്ഞ 60-70 വർഷം അഴിമതി അല്ലാതെ മറ്റൊരു വാർത്ത നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കാനുണ്ടായില്ല. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു കറപ്റ്റ് ലാൻഡ്, അല്ലെങ്കിൽ അത് മാത്രമല്ല ഇന്ത്യയെ പറ്റി അങ്ങനെ പുസ്തകങ്ങൾ വരെ ഇറങ്ങി. ഓസ്ട്രേലിയയിലൊക്കെ ചില പുസ്തകങ്ങൾ ഇറങ്ങിയത് നമ്മളൊരു മൊത്തത്തിലൊരു സ്ലം ഡോഗ് മില്ലനിയസ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയത്. അതിന് ഓസ്കാർ അവിടെ കിട്ടുകയും ചെയ്യും. എന്നാൽ അതിലേറെ മികച്ച അനേകം സംഗീതം നൽകിയ ഇളയരാജയുടെ ഗുരുവോ നായകനോ അഞ്ജലിയോ അല്ലെങ്കിൽ ദളപതിയോ ഒന്നും ഓസ്കാറിന് പരിഗണിക്കാത്തത് അവയുടെ മ്യൂസിക് മോശമായത് കൊണ്ടല്ല, ആ സിനിമയുടെ തീം ഇന്ത്യയെ കളിയാക്കാത്തതിനാണ്. ഇന്ത്യക്കാരെ മുഴുവൻ തെരുവ് പട്ടികൾ എന്ന് വിളിക്കുന്ന സിനിമകൾക്ക് വിദേശി അംഗീകാരം കൊടുക്കുന്നത് അതിലെ മ്യൂസിക്കിന്റെ ഗുണം കൊണ്ടല്ല എന്ന് തിരിച്ചറിയാൻ മറ്റ് സംഗീതങ്ങൾ കേട്ടാൽ മതി. മതം മാറാൻ വിസമ്മതിച്ചു നിന്ന ഇളയരാജ, ഡാനിയൽ രാജ എന്ന പേര് മതം മാറ്റ രോഗികൾ ഇട്ടുകൊടുത്ത് വളർന്നയാൾ മൂകാംബികയുടെ പരമഭക്തനാവുകയും നെറ്റിയിൽ മൂകാംബികയുടെ പ്രസാദമില്ലാതെ ഒരു നാൾ പോലും വേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത ആൾക്ക് ഒരു വലിയ സ്വീകാര്യം കൊടുക്കാൻ ലോക രാഷ്ട്രങ്ങൾ തയ്യാറാവുന്നത് പോലും ഭാരതത്തെ ഭാരതമായി ഉൾക്കൊള്ളുന്നവരെ ഉൾക്കൊള്ളാനുള്ള വിസമ്മതമാണ്. ഞാൻ പറയുന്ന വാക്കുകളുടെ പിന്നാലെ വരണം. എന്റെ വാക്കുകൾ എഞ്ചിൻ റൂം പോലെ കരുതണം. 1 മണിക്കൂറെങ്കിലും സഹിക്കണം. നിങ്ങളിൽ പലർക്കും അറിയാം, വിവേകാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ, ആനന്ദത്തിന്റെ, വിവേകത്തിന്റെ, ഭാരതം എന്തെല്ലാം സദ്ഗുണങ്ങളെ കുറിക്കുന്നുവോ ആ സദ്ഗുണങ്ങളുടെ എല്ലാം ആൾരൂപമായിരുന്നു വിവേകാനന്ദ സ്വാമി. അതിന്റെ ഒരു പൂർവ്വകഥ പറഞ്ഞാൽ, നിങ്ങളെല്ലാം കുട്ടികളുള്ളവരാണ് അധികം പേരും, ഈ കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നവരുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, കാശിയിൽ നിന്ന് കാശി വിശ്വേശ്വരന്റെ അടുത്ത് പോയിട്ട് വിവേകാനന്ദ സ്വാമിയുടെ അമ്മ, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ആൺകുഞ്ഞിന് വേണ്ടി അധികം കാലം കാത്തിരുന്ന് പ്രാർത്ഥന ചെയ്ത് കാശിയിൽ പോയി തപസ്സിരുന്ന് ഒക്കെ ഒരു നാൾ രാത്രിയിൽ കാശി വിശ്വേശ്വരന്റെ ആ ബിംബത്തിൽ നിന്ന് ഒരു ദീപനാളം തന്റെ വയറ്റിൽ പ്രവേശിക്കുന്നതായിട്ട് കണ്ടു അമ്മ, സ്വാമിയുടെ അമ്മ. സ്വാമി ജനിച്ചപ്പോ ആ വിശ്വേശ്വരന്റെ പേര് തന്നെ കൊടുത്തു. ശരിക്കും വിവേകാനന്ദ സ്വാമി, നിങ്ങൾക്ക് അറിയാത്ത ചരിത്രമായിരിക്കാം, വിവേകാനന്ദ സ്വാമിയുടെ ശരിക്കുള്ള പേര്, അമ്മയിട്ട പേര് വീരേശ്വര ശിവൻ എന്നാണ്. വീരേശ്വര ശിവൻ. ആ വീരേശ്വര ശിവൻ എന്ന പേരിനെ വീരേ എന്ന് വിളിക്കുമ്പോൾ ബംഗാളിയിൽ ബിലേ എന്നാണ്. ബിലേ, അവർക്ക് വകാരമില്ല. അടുത്ത കാലം ഒരു വികാരവും ഇല്ലായിരുന്നു. ഇപ്പൊ വികാരം മാത്രമേ ഉള്ളൂ. ദുർവികാരങ്ങളുടെ എല്ലാം മൂർത്തിഭാവമായ ഒരു മുഖ്യമന്ത്രി CBIയുടെ ഡയറക്ടറേറ്റ് പോലും അറസ്റ്റ് ചെയ്ത് കളയുന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മാനവിക വികാരങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഭരണം 3-4 നൂറ്റാണ്ട് തുടർന്നു. ഇപ്പോൾ ദുർവികാരങ്ങൾ മാത്രമുള്ള ഒരു ഭരണം. അതിന് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. വീരേശ്വര ശിവൻ വീരേ അല്ലെങ്കിൽ ബിലേ ആയി പറഞ്ഞു. സ്വാമിജിയുടെ വിളിപ്പേര് ബിലേ എന്ന്. അത് ഈ കാശിയിലെ വീരേശ്വര ശിവന്റെ സ്മരണയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ടാപ്പിന്റെ ചോട്ടിൽ വന്നിരുന്നിട്ട് പറയുന്നു, ഞാൻ ശിവനാണ്.
ധാര ചെയ്യൂ എന്ന് പറയുന്നത്. ദീർഘനേരം മണിക്കൂറുകളോളം ഫ്ലാറ്റിന്റെ ചുവട്ടിൽ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് താൻ സ്വയം അഭിഷേകം അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം കൊച്ചു പ്രായത്തിലെ ചിന്തിക്കുന്നു. ഇന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെച്ച് ട്രോളുണ്ടാകും അല്ലേ? മോഡിജി ഹിമാലയത്തിൽ പോയെന്ന് പറഞ്ഞ താമസം ഉടനെ ട്രോളന്മാർ റെഡിയാണ്. ഇത് കാണിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു ഗുണവും സമൂഹത്തിന് സമർപ്പിക്കാനോ സമൂഹത്തിൽ നേടാൻ താല്പര്യവുമില്ലാത്ത വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ വളർന്നു വരുന്നു എന്നതാണ്. നമ്മുടെ രാഷ്ട്രം ആക്രമിക്കപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദി നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയാം. ശരി, അത് ന്യായമുണ്ടെന്ന് കരുതാം. എങ്കിൽ നമ്മൾ ഉത്തമമായി തിരിച്ചടിക്കുമ്പോൾ അത് ക്രൂരതയാണെന്ന് പറയുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. മാത്രവുമല്ല, നമ്മുടെ ഒരു പട്ടാളക്കാരനെ അവിടെ നിന്ന് വിട്ടു തരുമ്പോൾ അത് മറ്റേയാളുടെ ഔദാര്യമാണെന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്ന് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനൊക്കെ കാരണം ഉണ്ടാവും. ഭാരതമായിട്ട് ഭാരതത്തിൽ പുനർജനിക്കാത്തതാണ് കാരണം. എങ്ങനെ നമ്മളിത് സാധ്യമാകും? ഞാൻ വളരെയധികം കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പല കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം ഭാരതത്തിൽ കൂടി വരികയാണ്, വിശേഷിച്ച് കേരളത്തിൽ. ഈ കുടുംബ കോടതികളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ 90% ഓഫ് ഡിവോഴ്സീസ് ആർ ഫ്രം ഹിന്ദുയിസം. ഹിന്ദുക്കളാണ് 90% പേരും ഈ വിവാഹ മോചനം നേടുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ഫാമിലി കോർട്ടിൽ പോയിട്ട് ആ ലിസ്റ്റ് ഒന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. കാരണം നമ്മൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. സാംസ്കാരികമായി സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അനശ്വരമായ ധർമ്മം എന്നാണ്. സനാത് എന്നതിനർത്ഥം നശിക്കാത്തതെന്നാണ്. ധർമ്മം എന്നാൽ എന്താണ്? ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഃ യഃ സ ധർമ്മഃ. ജഗത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള രണ്ട് വൈദിക ധർമ്മങ്ങളുണ്ട് വേദത്തിൽ പറയപ്പെട്ടത്. ഏതാണതൊക്കെ? ഒന്ന്, പ്രജാപതികൾക്ക് ഈശ്വരൻ ഉപദേശിച്ച ഗൃഹസ്ഥന്റെ ധർമ്മം, കർമ്മത്തിന്റെ ധർമ്മം, കർമ്മമണ്ഡലം. രണ്ട്, നിവൃത്തിയുടെ മാർഗം, അതായത് ഈ ലോകത്തിന്റെ കൂട്ടപ്പാച്ചിൽ നിന്ന് വിട്ടുനിന്ന് സത്യത്തെ അറിയാനുള്ള മാർഗം, മോക്ഷത്തിനുള്ള മാർഗം. ഒന്ന് ഐശ്വര്യത്തിനുള്ള ഗൃഹസ്ഥന്റെ മാർഗവും രണ്ട് മോക്ഷത്തിനും ആനന്ദത്തിനുമുള്ള സന്യാസിയുടെ മാർഗവും. ഈ രണ്ട് മാർഗങ്ങളും വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള വൈദിക ധർമ്മങ്ങളാണ്. ഈ ധർമ്മങ്ങളുടെ സമ്യക്കായ ഒഴുക്കാണ് ഒരു സമാജത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു സമാജത്തിന്റെ മൊത്തം ആരോഗ്യം എന്ന് പറയുന്നത് രണ്ടും ദുഷിക്കും. കുടുംബജീവിതം ദുഷിക്കും. നമ്മുടെ ഭാരതത്തിന്റെ സുപ്രീം കോടതി പറഞ്ഞത് ഭർത്താവ് ഭാര്യയുടെ ഉടമയല്ല. രാത്രി പൊന്നുമോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ നോട്ട് മാത്രം കാണാം, ഐ ആം ലീവിംഗ്. The court thinks it is Renaissance, അല്ലെങ്കിൽ എന്താ പറയാ, നവോത്ഥാനമാണെന്നാണ് നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ ചിന്തിക്കുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭാര്യയില്ല, കാരണം നമ്മുടെ ഉടമയല്ല, നമ്മൾ അവരുടെ ഉടമയല്ല, അവർ നമ്മുടെ അടിമയല്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിതൗട്ട് ഈവൻ സേയിങ് ബൈ. അങ്ങനെ ഒരു നിയമമാണ്. ആ നിയമം അതിനും ഉല്ലംഘിച്ച് മുന്നോട്ട് പോയി. സ്വവർഗരതിയാവാം, സ്വവർഗ വിവാഹങ്ങളുമാവാം എന്നും കോടതി പറഞ്ഞു. മൂന്നാമതായി കോടതി പറഞ്ഞു, ഹിന്ദു ക്ഷേത്രങ്ങളുടെ വൈവിധ്യവും വൈജാത്യവും വൈചിത്ര്യവും മനസ്സിലാക്കാതെ പറഞ്ഞു, ഒരു ക്ഷേത്രത്തിൽ മാത്രം വ്യത്യസ്തമായ ആചാരങ്ങൾ പാടില്ല, എല്ലാം ഒരുപോലെ ഇരിക്കണം. ഒരച്ഛന് മക്കളോട് വാത്സല്യം തോന്നിയപ്പോൾ ചെയ്തത്, ഒരു മകൻ 6 അടി ഉയരവും ഒരു മകൻ 5.5 അടി ഉയരവും ഒരു മകൻ 5 അടി ഉയരവുമാണ്. വാത്സല്യം തോന്നിയപ്പോൾ ചെയ്തത് മൂത്ത 2 മക്കളിലേക്ക് കഴുത്ത് കൊടുക്കുകയും ചെയ്തത്. ഈ അച്ഛന് വട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റും. അച്ഛനെതിരെ പറഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാണ്. പക്ഷെ അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതെന്റെ ധർമ്മമാണ്. അത് ഉച്ചൈസ്തരം ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറ നമ്മോട് ചോദിക്കും, ഇത്രയും അപഹാസ്യമായ ചില നിയമങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് അടങ്ങുന്ന വലിയൊരു സമൂഹം അതിന് നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ നേരെയുള്ള നമ്മുടെ പേരക്കുട്ടികൾ കാർത്തിച്ച് വെക്കും നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ. So it is important that you ask the right questions
with the right vehemence at the right time. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വൈദികമായി ഈ രണ്ട് ധർമ്മങ്ങളെയും സമ്യക്കായ നല്ല രീതിയിലുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് എന്തും അഭാരതീയമാണ്, അല്ലെങ്കിൽ ഭാരതത്തിന് വിരുദ്ധമാണ്, ഹൈന്ദവമല്ലാത്തതാണ്. ഗൃഹസ്ഥ ധർമ്മത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്ന വലിയ വിലങ്ങുതടി എന്ന് പറഞ്ഞാൽ എന്താണ് ഗാർഹസ്ഥ്യം എന്നറിയാത്ത ഹിന്ദുക്കൾ വിവാഹം കഴിക്കുന്നതാണ്. ഞാൻ രസകരമായി പറഞ്ഞാൽ വിവാഹ ചടങ്ങുകളെല്ലാം അപഹാസ്യമായി കൊണ്ടിരിക്കുകയാണ്. ക്യാമറയ്ക്ക് മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നത് മാത്രമായി തീർന്നിരിക്കുകയാണ് വിവാഹ ചടങ്ങ്. വിശേഷിച്ച് നമ്മുടെ വിവാഹ ചടങ്ങുകൾ ഒരു മതപരമായ ചടങ്ങേതായി തീർന്നിരിക്കും. It has almost become a secular activity, just as an inauguration of a new mall or a shop. We get married and we don't know the fundamental principles behind or the tenets that Hinduism teaches to lead a happy life of a household. നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ധർമ്മമാണ്. അപ്പൊ അതിന് ഗൃഹസ്ഥന്മാർക്ക് പാലിക്കാൻ വേണ്ടി ഗൃഹ്യ സൂത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മഹാമുനിമാർ. നമ്മളത് പഠിച്ചിട്ടില്ല. അതിഥിയെ എങ്ങനെ സ്വീകരിക്കണം, അതിഥി ആഹാരം കഴിച്ച ശേഷമേ കഴിക്കാവൂ, വളർത്തു മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, അമ്മയോട് എങ്ങനെ പെരുമാറണം, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നെല്ലാം വിശദമായിട്ട് സ്പഷ്ടമായിട്ട് എഴുതി വെച്ച്. എന്തിനേറെ പറയുന്നു, നഖം എപ്പോൾ മുറിക്കണം, മുടി എപ്പോൾ വെട്ടണമെന്ന് വരെ പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ സർവാശ്ലേഷിയായിട്ടുള്ള ഒരു ധർമ്മത്തെ പഠിക്കാതെ വിട്ട പണത്തിന് പിന്നാലെ മാത്രം പാഞ്ഞ ഒരു ജനതയ്ക്ക് അനിവാര്യമായി ഉണ്ടാവേണ്ടുന്ന പതനമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. At times when we get politically correct, we may go morally wrong. നമ്മൾ രാഷ്ട്രീയമായി ശരിയായിക്കൊണ്ടിരിക്കാം, പക്ഷേ അപ്പോൾ നമ്മൾ ധാർമ്മികമായി മോശമായി പോകാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രധർമ്മത്തിൽ നാം ഇന്ന് ഏകദേശം എന്ന് പറയാൻ കാരണം പൂർണ്ണമായും 15 വർഷമെങ്കിലും നമ്മൾ പറഞ്ഞ ആ മഹാന്റെ കയ്യിൽ ഈ രാജ്യം കിട്ടിയാൽ മാത്രമേ നാം ഉദ്ദേശിച്ച തരത്തിൽ ഭാരതീയത സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ആ 15 വർഷത്തേക്കുള്ള പ്രയാണം പക്ഷേ അതിന്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കാത്ത മറ്റൊരു ഞാനൊക്കെ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായി വളരെ പിന്നോട്ട് പോകുന്ന ഒരു ജനതയായി നമ്മൾ അധപതിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ കണ്ടാൽ ഏത് മതത്തിൽപ്പെട്ടവളാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. If she is a Christian or Hindu, a Hindu girl cannot be identified. A Hindu girl almost wears the same kind of dress or same kind of hairstyle as a Christian girl does. അതുകൊണ്ട് ഒരിക്കലും മനസ്സിലെത്തിയിൽ അവളുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന കുങ്കുമത്തിന്റെ ഒരു പൊട്ടോ ചന്ദനമോ ഒരു ഭസ്മക്കുറിയോ ഒന്നും കാണാൻ സാധിക്കില്ല. മാത്രമല്ല ആ ഒരു പ്രസന്നതയും പ്രാർത്ഥനയുടെയും ക്ഷേത്ര ദർശനത്തിന്റെയും ജപത്തിന്റെയും ഒക്കെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ബ്രഹ്മവർച്ചസം എന്ന് പറയുന്ന ആ ചൈതന്യം കാണാതായിരിക്കും കുട്ടികൾ. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കുന്ന സൗഖ്യങ്ങൾ സുഖങ്ങൾ വളരെ അധികമാണ്. അതുകൊണ്ട് സാംസ്കാരികമായി നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. At least we are in the ICU. Intensive care ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പൊ ഇതിന്റെ മുഖ്യമായ കാരണം ഈ രണ്ട് ധർമ്മങ്ങൾ നശിച്ചതാണ്. ഗൃഹസ്ഥ ധർമ്മത്തിലേക്ക് വരുന്നതിന് മുൻപേ മറ്റൊരു ധർമ്മത്തിലേക്ക് വരും. സന്യാസ ധർമ്മം എവിടെ എത്തി? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, the twin ideals of the nation are service and renunciation. ഈ രാഷ്ട്രത്തിന്റെ രണ്ട് അതായത് ഉഭയാദർശങ്ങൾ എന്ന് പറയുന്നത് ത്യാഗവും അല്ലെങ്കിൽ സേവനവുമാണ്. ത്യാഗവും സേവനവും. ത്യാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൈദിക ധർമ്മം, അതിലെ നിവൃത്തിയുടെ ധർമ്മമാണ്, സന്യാസിയുടെ മാർഗമാണ്. സേവനം എന്ന് പറയുന്നത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ എല്ലാ മഹാത്മാക്കളും പറയുന്ന വാക്കുകൾ അവരറിയാതെയാണെങ്കിൽ പോലും അത് ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കും. യു നീഡ് നോട്ട് ബിക്കം an international speculating guru. ഒരുപാട് കാര്യങ്ങൾ സ്പെക്യുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ കാണികളുടെ കയ്യടി നേടാൻ വേണ്ടി സായിപ്പുമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ വ്യാഖ്യാനങ്ങൾ പറയേണ്ടതില്ല. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അനുഭൂതി സത്തമന്മാരായിട്ടുള്ള മഹാത്മാക്കൾ നമ്മുടെ സദ്ഗ്രന്ഥങ്ങളിൽ മുൻപേ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആരാണ് ശിവൻ എന്ന് ചോദിച്ചാൽ ആഗമശാസ്ത്രങ്ങളിൽ 1000 മനോഹര ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മളത് സ്പെക്യുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ സ്പെക്യുലേഷന് പിന്നാലെ പോകുന്ന വലിയൊരു ജനതയാണുള്ളത്. അത് രസകരമായ കഥ പറയാറുണ്ട്. മുല്ലാ നസറുദ്ദീന്റെ കയ്യിൽ ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുത എന്ന് പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത കഴുതയാണ്. ഒരു കാര്യം അനുസരിക്കില്ല. തുണി അലക്കാൻ പറഞ്ഞാൽ അലക്കില്ല,
പിന്നെ വീട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ വീട് വൃത്തിയാക്കില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ കഴുതയാണെങ്കിലും കഴുതയുടെ അടിമയെ പോലെയാണ് മുല്ലാ നസ്രുദ്ദീൻ കഴിഞ്ഞത്. അങ്ങനെ ഇയാൾക്ക് തോന്നി, ഒരു ദിവസം തോന്നി എങ്ങനെയെങ്കിലും ഈ കഴുതയൊന്നും കൊണ്ട് കളയണം, ചന്തയെ കൊണ്ടുപോയി വിറ്റേ തീരും, ഇതിനെയും വീട്ടിൽ വളർത്തിക്കൂടാ, കാരണം 60 കൊല്ലമായി നമ്മൾ കഴിയുന്നത് ശ്രമിക്കും. അങ്ങനെ ഇടയ്ക്ക് തൃശ്ശൂർ നിലയിൽ കയറി വന്നതാണ്. അങ്ങനെ ഇടയ്ക്ക് കയറി വരണം. അപ്പോ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ വളരെ തന്ത്രപൂർവ്വം ചന്തയിൽ പോയി, ആരോടും പറയാതെ കഴുതിയെ നടുവിൽ നിർത്തി പറഞ്ഞു, ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് ഇതിനെ വാങ്ങണം, ഇതിനെ കൊണ്ട് എനിക്ക് കൊല്ലയാണ്, ഇത് എന്നെ ഉപദ്രവിക്കുന്നു, കടിക്കുന്നു, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുമില്ല, എന്തിനാണ് ഇതിനെ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല, എനിക്കിതിനെ കൊണ്ട് നഷ്ടം മാത്രമേ എൻ്റെ വീടിന് എനിക്കുള്ളൂ, ഇതിനെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുപോയി തരണം. പറഞ്ഞ സമയത്ത് ആരും വാങ്ങുന്നില്ല. ഇത് കേട്ടിട്ട് എല്ലാവരും പോവാണ്. അങ്ങനെ ഒരാൾ ഏജന്റ് വന്നു, അടുത്ത് ഒരു ഏജന്റ്, വലിയ ലാൻഡ് ഡീലൊക്കെ നടത്തുന്ന ഏജന്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ കഴുതി വാങ്ങും, നിങ്ങൾ പറയേണ്ട രീതി പറയണം. എന്താണ്, കഴുതയാണോ ദുഷ്ടരാണോ ഒന്നിനും കൊള്ളാതാണോ ഒക്കെ നമുക്കറിയാം, പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി പറയേണ്ടത് അങ്ങനെയല്ല, ഇത് ഏറ്റവും മികച്ച കഴുതയാണ്, ഇതിനെ US നിന്ന് കൊണ്ടുവന്ന കഴുതയാണ്, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന കഴുതയാണ്. സ്വന്തം നാട്ടിലെ കഴുതയില്ല, ഇത് ഇറ്റലിയിൽ നിന്നുള്ള വെളുത്ത തൊലിയുള്ള കഴുതയാണ്. ഇതിനെ ഞാൻ ഒന്നും പറയേണ്ട കാര്യം, താനേ അതെല്ലാം ചെയ്തോളൂ. ഉത്തരം പറയേണ്ടത് 3 മണിക്കൂറിന് ശേഷമാണെങ്കിൽ 3 മണിക്കൂർ മുമ്പേ ഉത്തരം അറിയാൻ പറ്റും. ഒരു യന്ത്ര കുതിരായ നിലനിൽക്കുള്ളൂ, ഇത് യന്ത്ര കഴുതയാണ്. ഇങ്ങനെ കഴുതയ്ക്ക് ഇല്ലാത്തതായ എല്ലാം തന്നെ നമ്മുടെ മാമന്മാരെല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടാക്കി, മാധ്യമങ്ങളെല്ലാം പറഞ്ഞു, പത്രങ്ങളൊക്കെ പരസ്യം വന്നു, ഈ കഴുതയെ വിശേഷണങ്ങൾ വന്നു, ഇതിന് ഒരുപാട് ഗുണങ്ങൾ, ഇതിലൊരിക്കലും പ്രായമാവാത്ത കഴുതയാണ്, നരയ്ക്കാത്ത കഴുത, ചിരിക്കാത്ത കഴുത, ജോലി നന്നായി ചെയ്യുന്ന കഴുത, എന്തെങ്കിലും വലിയൊരു ഉദ്യോഗം കൊടുത്താൽ നന്നായി പെർഫോം ചെയ്യുന്ന കഴുത എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങൾ ഊഹിച്ചെടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചേർക്കാൻ പറ്റാം. അസംഖ്യം ഗുണങ്ങൾ ഇത് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് കഴുതയാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, അതാണ് വാസ്തവം, നമുക്കറിയാം പറയരുത്. അങ്ങനെ ഇതിനെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇയാളിങ്ങനെ പറഞ്ഞുണ്ടാക്കിയല്ലോ, പരസ്യം കൂടെ ഓരോ ആഴ്ചയും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കഴുതയ്ക്ക് ഓരോ ആഴ്ച റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇതിന്റെ ഈ മഹിമകൾ ഇങ്ങനെ ചന്തയിൽ നിന്ന് പുറകിൽ നിന്ന് ഇടാതെന്ന് കേൾക്കുകയാണ് മുല്ലാ നസ്രുദ്ദീൻ. ആൾക്കാർ വിളിക്കുകയാണ്, 100 റിയൽ, 200 റിയൽ, 300 റിയൽ, 1000 റിയൽ, പുറകിൽ ഒരാള് 2000 റിയൽ വാങ്ങിക്കൊണ്ട് പോയി. മുല്ലാ നസ്രുദ്ദീൻ തന്നെ വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ 2019 തെരഞ്ഞെടുപ്പിൽ ഈ കഴുതി വീണ്ടും വാങ്ങരുത്. നമ്മൾ ഒരിക്കലും ഉറപ്പാക്കിയതാണ്, ഒരുവിധം ഇതിനെ ചന്തയെ കൊണ്ട് നിർത്തിയതാണ്. ഇനിയും ഇല്ലാത്ത ഗുണങ്ങളെല്ലാം ഈ വെളുത്ത കഴുതയ്ക്കുണ്ടെന്ന് വിശ്വസിച്ച് ഭാരതത്തിലെ ജനങ്ങളെ, പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരരുത്. മണ്ടത്തരമായി വിൽക്കാൻ കൊണ്ടുപോയി മറന്നുകൊണ്ട് അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാധാനം. അപ്പൊ ഇതിൽ നന്നായിട്ട് ഈ ലോകത്താറും ഇത് പറയാൻ സാധിക്കും. ശരി, ഇനി നമ്മുടെ കുറച്ച് വൈദിക ധർമ്മത്തിലേക്ക് വരാം. അതായത് നമ്മെ സംബന്ധിച്ച് ഗൃഹസ്ഥന്റെ ധർമ്മം, സന്യാസിയുടെ ധർമ്മം. സന്യാസിയുടെ ധർമ്മം വിട്ടുപോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിവേകാനന്ദ സ്വാമികൾ സന്യാസ ധർമ്മത്തിന്റെ മകുടോദാഹരണമായിരിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികൾ സന്യാസ ധർമ്മത്തെ പുനഃക്രമീകരിക്കുകയും ലോകത്തിനു വേണ്ടി ദശനാമി സമ്പ്രദായത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്ത മഹാത്മാവാണ്. ഈശ്വരാവതാരമാണ്, ശംഭുവിന്റെ അവതാരമാണ്, കേരളീയനാണ്. ദുഃഖകരം എന്ന് പറയട്ടെ, കേരളത്തിലെ കാരളി ശങ്കര സർവകലാശാലയുടെ അവസ്ഥ അപകടകരമാണ്. ശങ്കരാചാര്യ സ്വാമിയുടെ ഒരു പ്രതിമ അവിടെ വെക്കണമെങ്കിൽ പോലും ഇവിടെയുള്ള എന്താ പറയുക, ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ കാലം പിടിക്കേണ്ട അവസ്ഥയാണ്. ഒരു അച്ഛൻ പറഞ്ഞു, മോനെ നീ നിനക്ക് പറ്റിയ ഒരു ഷർട്ട് വാങ്ങിക്കൊടുവാന്ന് പറഞ്ഞു. അപ്പൊ അവൻ നല്ലൊരു ഷോപ്പിലേക്ക് പോയി, കാശിന്റെ കയ്യിൽ നല്ലൊരു ഷോപ്പിലേക്ക് പോയിട്ട് ഷർട്ട്, പറ്റിയ ഷർട്ടാണ് വാങ്ങാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഏറ്റവും നല്ല ഷർട്ട് തന്നെ വേണം. അപ്പൊ അയാൾ പറഞ്ഞാൽ ഏറ്റവും വലിയ ഷർട്ട് എടുക്കാന്ന് പറഞ്ഞു കച്ചവടക്കാരൻ. അങ്ങനെ ഏറ്റവും നല്ല ഷർട്ട് ഏറ്റവും വലിയ ഷർട്ട് എടുത്തു. അപ്പൊ ആ ഷർട്ട് ഇടേണ്ടതാണ്, കുറച്ച് ഉറങ്ങാവുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ലോകത്ത് ഏറ്റവും വലുതാണ്, ലോകത്തിന് പുറത്തു നിൽക്കുന്നതാണ്. ഇവിടെയൊന്നുമില്ല. പ്ലൂട്ടോയിലൊക്കെയുള്ള ചില സിദ്ധാന്തങ്ങൾ കേരളത്തിൽ മാത്രമാണ്.
അതിൽ വിശ്വസിച്ചുകൊണ്ട് സന്യാസധർമ്മം വ്യാജമായി ചരിക്കുന്നവരുടെ നാടാണ് കേരളം. ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം നടന്നതിനെ ശാസ്ത്രീയമായി തെളിയിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫോറൻസിക് റിപ്പോർട്ടുകൾ തേടാം, കൈയടയാളം പരിശോധിക്കാം, ക്യാമറകൾ പരിശോധിക്കാം. പക്ഷെ ദിവ്യന്മാരുടെ ഇടങ്ങളിൽ ആക്രമണം നടന്നാൽ തെളിയിക്കാൻ കാരണം ഒരേ സമയത്ത് 5 ക്യാമറകൾ പ്രവർത്തനം സത്യസായിബാബു ഒരേ സമയത്ത് 5 ക്യാമറകൾ നിലയ്ക്കുക, അതേ സമയത്ത് തന്നെ പോലീസ് മേധാവിക്ക് ബുദ്ധി ഭ്രമം വരിക. അങ്ങനെയൊക്കെ വരുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഇപ്പൊ ഞാൻ വരുന്നത്. പ്രതിയില്ല. രേഖാചിത്രം വരച്ച് വന്നപ്പോ ഒരു തമാശ കഥയുണ്ട്. മഹാനായ ചിത്രകാരൻ യേശുക്രിസ്തുവിന്റെ ഉണ്ണിയേശുവിന്റെ ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹം കൊണ്ടിട്ട് ഇറ്റലിയിലെ ഒരു അതിസുന്ദരനായ ആളുടെ കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ നോക്കി ദിവസങ്ങളോളം എടുത്ത് ഒരു കുഞ്ഞിനെ വരച്ചു. മനോഹരമായ ചിത്രമാണ് ഇപ്പോൾ പുൽക്കൂടി കിടക്കുന്നത്. അവസാനം അയാളുടെ മരണകാലത്ത്, ഈ കലാകാരന്റെ മരണകാലത്തേക്ക് വേറെ ആഗ്രഹം വന്നു, എനിക്ക് യേശുവിനെ കൊല്ലാൻ കാരണമായ യൂദാസിന്റെ ചിത്രം വരണം, ക്രൂരനെ കൂടി വരച്ചിട്ട് മരിച്ചാൽ മതി. അങ്ങനെ ഏറ്റവും ക്രൗര്യമുള്ള തെമ്മാടിയായ ഒരാളുടെ മുഖം തെരഞ്ഞ് നടന്ന് ഇറ്റലിയിലെ തെരുവിൽ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തി. അങ്ങനെ അയാളോട് വർത്തമാനം വര തുടങ്ങി. കുടുംബപേക്ഷയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ഉണ്ണീശുവായി കടന്നുകൊണ്ട് കുട്ടി തന്നെയാണ്. അങ്ങനെ കുറ്റവാളിയുടെ ചിത്രം കേരള പോലീസ് വരച്ചു വന്നപ്പോ ഈ സ്വാമിയുടെ ചിത്രം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമെന്നറിയോ? ഇതാണ് സന്യാസധർമ്മം കെട്ടുപോകുന്നത്. ഇങ്ങനെ സന്യാസധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി കാവി ചുറ്റിക്കൊണ്ട് അകത്ത് കയറിയ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അതുപോലെ തന്നെ ഗൃഹസ്ഥധർമ്മത്തിന്റെ മഹത്വം അറിയാതെ, വിവാഹത്തിന്റെ മഹത്വം അറിയാതെ കുഞ്ഞുണ്ടാവുക എന്നുള്ളത് മഹനീയമായ ഒരു പ്രജയെ ഭൂമിയിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണെന്നറിയാത്ത, കുഞ്ഞിന്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ കത്തി കൊണ്ട് മുറിക്കുകയും വിളിച്ച ഊതി കെടുത്തുകയും ചെയ്യുക എന്നതല്ല എന്നറിയാവുന്ന ഒരു ജനത ഉണ്ടായി വരണം. മുറിക്കു, വെട്ടു, തിന്നു എന്ന് പറയാത്ത, ഊതി കെടുത്തു എന്ന് പറയാത്ത, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. From the darkness of ignorance to the light of wisdom. From the bondage of death to immortality, the freedom of immortality. From untruth to the truth. ഈ യാത്രയുടെ പേരാണ് ഹൈന്ദവത അല്ലെങ്കിൽ ഭാരതീയത എന്ന് പറയുന്നത്. ഈ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇറ്റലിയിൽ നിന്ന് ഭാരതത്തിലേക്ക് ഒക്കെ യാത്ര ചെയ്യേണ്ടി ഒരുപാട്. കാരണം ഇറ്റാലിയൻ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം. ഈ കൊളോണിയൽ സംസ്കാരത്തെ നമ്മൾ ബാഹ്യമായി ത്യജിച്ചെങ്കിലും ആന്തരികമായി ഇന്നും വെളുത്ത തൊലിയോടുള്ള ഒരു അടിമത്ത മനോഭാവം എവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇന്നും ചെറിയൊരു ശതമാനം പേരെങ്കിലും മറിച്ചു ചിന്തിക്കും. മുല്ലാ നസറുദ്ദീനെ പോലെ ഈ കഴുതയെ വീണ്ടും വാങ്ങുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ, പൊളിറ്റിക്കൽ എക്സസൈസസ് പോലും, വോട്ടിംഗ് റൈറ്റ്സ് പോലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭാരതീയതയ്ക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള 2 ധർമ്മങ്ങളിൽ പോഷിപ്പിക്കാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ മാത്രമേ ഭരണത്തിന്റെ ചക്രം ഏൽപ്പിക്കാവൂ എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അത് മറന്നുപോകും. ഈ പറഞ്ഞത് സന്യാസധർമ്മം ഒരു വശത്ത് ദൂഷിച്ചു തീർന്നു. ഇപ്പുറത്തെ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥനാവട്ടെ സുഖലോലുവൻ മാത്രമാണ്. ശ്രീരാമചന്ദ്രന് ജാനകി ദേവിയെ, ജനകന്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രാമായണത്തിൽ ജനകൻ പറയുന്നൊരു വാക്യമുണ്ട്. ഇയം സീത മമ സുത സഹധർമ്മചരീതവ. എന്റെ മകൾ സീത, നിനക്ക് ഞാൻ ഇതാ പാണിഗ്രഹണം ചെയ്ത് തരികയാണ്. നിന്നോടൊപ്പം സഹധർമ്മം ചെയ്തുകൊണ്ട് ചെയ്യിക്കുന്നവളാണ് ഇവൾ. അതിനുവേണ്ടി അവളെ വിവാഹം ചെയ്തത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഭോഗത്തിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ധർമ്മത്തിൽ ഒരുമിച്ച് ചരിച്ച് ഐശ്വര്യവും അഭ്യുദയവും അതുപോലെ തന്നെ നിശ്രേയസവും മോക്ഷവും നേടിയെടുക്കാനുള്ള ഒരു ടെക്നീക്ക് ഓഫ് ഇമാൻസിപ്പേഷൻ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടെക്നീക്ക് ഓഫ് ഇമാൻസിപ്പേഷൻ ഇസ് ഹൗസ് ഹോൾഡേഴ്സ് ലൈഫ്. ആ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അറിയാത്തവരായിരിക്കണം, ധാർമ്മികമായി പഠിക്കാത്തവരായിരിക്കണം ഇവിടെ ഇരിക്കുന്നവർ പോലും. ഒരു പക്ഷേ തറവാടുകളിൽ കിട്ടിയിട്ടുള്ള അറിവുകളുണ്ടാവും, പക്ഷേ ശരിയോ തെറ്റോ എന്ന് വിരച്ചു നോക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും. ഒരു കുടുംബ വിഷയം വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, കേരളത്തില് ഞാൻ പല കുട്ടികളെയും കൗൺസിൽ ചെയ്ത് മനസ്സിലായിട്ടുള്ളത്, 9ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു സ്കൂളിൽ 4 കുട്ടികളെ പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവിടെ ഫിസിക്കലി മാത്രം ഇരിക്കുന്നു, കണ്ണു തുറന്നിരിക്കുന്നു,
പക്ഷെ മനസ്സ് എവിടെയോ ചലിച്ചുകൊണ്ട് മണിക്കൂറുകൾ ഇരിക്കുകയാണ്. ടീച്ചേഴ്സ് കുലുക്കി പിടിച്ചുണർത്തുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ PVC പൈപ്പ് ഒട്ടിക്കുന്ന വലിയ പശയുണ്ട്. വലിയ PVC പൈപ്പ് ഒട്ടിച്ച് ചേർക്കുകയാണെങ്കിൽ ബോണ്ട് എന്നാണ് പറയുന്നത്, ബോണ്ട്. ആ പശ വാങ്ങാൻ കിട്ടും, സുലഭമായിട്ട് ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും. ആ പശ കുട്ടികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് സാധാരണ പൊളിത്തീൻ ബാഗ്, സാധാരണ കവറിൽ ഇട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടി തിരിഞ്ഞു പറയുന്നത്. പിന്നെ അതുപോലെ തലയിട്ടിട്ട് ആവാഹിക്കുകയാണ്, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കിക്ക് കൊടുക്കുകയാണ്, ഇതൊരു ലഹരി കൊടുക്കുകയാണ്. ഈ ലഹരി നമ്മുടെ നാടൻ ഇടങ്ങളിലെല്ലാം ഈ ചെലവില്ലാത്ത ലഹരി വ്യാപിച്ചു വരുന്നു. ഈ 4 കുട്ടികളിൽ ഒരു കുട്ടി ക്രിസ്ത്യൻ കുട്ടിയാണ്, ബാക്കി 3 കുട്ടികൾ ഹിന്ദു കുട്ടികളാണ്. അപ്പോൾ ഈ 3 കുട്ടികളിൽ ഒരാളുടെ അമ്മയാണ് എന്നെ സമീപിച്ച് പറഞ്ഞത്, ഈ കുട്ടിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ എൻ്റെ നിയന്ത്രണത്തിനൊക്കെ അപ്പുറത്ത്, വാക്കുകൊണ്ട് ചെയ്യാവുന്ന ഗുണത്തിനൊക്കെ അപ്പുറത്ത് ആ കുട്ടി മസ്തിഷ്കം മാറിക്കഴിഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ലഹരി കഠിനയായി കഴിഞ്ഞു. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ 14 വയസ്സാവുന്ന സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടിക്ക് ഞാനൊരാളോടെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൻ്റെ അമ്മയ്ക്ക് വരാൻ സാധിച്ചത്. എത്ര കൗൺസിലിംഗ് സെന്റേഴ്സ് നമുക്ക് ഹിന്ദുക്കളുടേതായ നമ്മുടെ ധാർമ്മിക രീതിയാ പഠിപ്പിക്കുന്ന സെന്റേഴ്സ് നമുക്കുണ്ട്, ഒരെണ്ണം പോലും വരികയില്ല. ഈ 3.5 കോടി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന കേരളത്തിൽ പോട്ടെ, ഇത്രയും 130 കോടി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഭാരതത്തിൽ ഹിന്ദു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ, അവനൊരു മാനസിക വിഷമം ഉണ്ടായാൽ അത് പറഞ്ഞ് പരിഹരിക്കാനും അവന് നല്ല പാതയിൽ കൊണ്ടുവരാനും ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു കേന്ദ്രം പോലും മര്യാദക്കില്ല എന്നുള്ള സത്യമാണ്. ഈ 4 കുട്ടികളിൽ ഒരു ക്രിസ്ത്യൻ കുട്ടിയുണ്ടല്ലോ, അവൻ 10ാം ക്ലാസ് ഗംഭീരമായിട്ട് പാസ്സായിട്ട് +1 +2 ആയിരിക്കും. മറ്റു 3 കുട്ടികളും എന്തോ ചെറിയ ചെറിയ ജോലിക്ക് പോവാണ്. ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ പരാജയമാണ്. വാക്കുകൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താവുന്ന കൗമാരങ്ങളെ, നല്ല രീതിയിൽ നയിക്കാവുന്ന കൗമാരങ്ങളെ സമയത്ത് നമ്മുടെ മുമ്പിൽ കിട്ടുന്നില്ല. മാത്രവുമല്ല, സുലഭമായി അവർക്ക് കയറി ചെല്ലാവുന്ന ആരാധനാലയങ്ങളില്ല. സംവദിക്കുന്ന ആരാധനാലയങ്ങളാണ് ഇന്ന് ഹിന്ദുവിന്റെ ആവശ്യം. എന്താ സംവദിക്കുന്ന ആരാധനാലയം? നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്ന ഒരു ഏകകം മാത്രമാണ് പ്രതീക്ഷ. അവിടെ സംവദിക്കുന്ന ഒരു പൂജാരിയില്ല, സംവദിക്കുന്ന ഒരു മനുഷ്യന് ചിരിച്ചുകൊണ്ട് വരുന്ന ഒരാൾ പോലുമില്ല. നമ്മുടെ വിഷമം എന്തെന്ന് തോളത്ത് തട്ടി ചോദിക്കപ്പെടുന്ന ഒരാൾ പോലുമില്ല. കാരണം പൂജകൻ പോലും ദേവസ്വം ബോർഡ് എന്ന ദുഷിച്ച സ്ഥാപനത്തിന്റെ ഭരണം കൊണ്ട് അവൻ വെറും തൊഴിലാളിയാണ്, കയറ്റ് ഇറക്ക് തൊഴിലാളിയാണ്. മനസ്സിലായില്ലേ? ആഹാരം കഴിക്കുകയും ഇറക്കുകയും ചെയ്യുന്ന കഴുതകളാണ്. എല്ലാവരും എന്താ പറയുന്നത്? അവൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പോലും ആ ആത്മാർത്ഥ സ്ഥാപനത്തിനുള്ളിൽ എത്തുമ്പോൾ നശിപ്പിക്കുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് നാസ്തികന്മാരാണ്, ഹിന്ദു വിരുദ്ധരാണ്. ഇത് യാഥാർത്ഥ്യമാണ്, ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള അനേകം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും പ്രായോഗികമായ വശങ്ങൾ എന്തെന്ന് ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, 4 കുട്ടികൾ ഒരുമിച്ച് ഒരേ തെറ്റിൽ അകപ്പെട്ട് തന്റെ ഭാവി നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ 3 പേരും മുങ്ങിപ്പോവുകയും ഒരു കുട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്നത് because he has a religion that supports him. ആ കുട്ടിയെ പിന്തുണയ്ക്കാൻ കഴിവുള്ള, കേൾപ്പുള്ള, ഒരു കെട്ടുറപ്പുള്ള മതം അവന്റെ പിന്നിലുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ ആരും പറയണ്ട. പല ആളുകളും മതം മാറിപ്പോകാനുള്ള കാരണം ഹിന്ദുയിസം does not support human beings. ഞാൻ കണ്ടെത്തിയ യാഥാർത്ഥ്യം. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മാത്രമാണ്. നിങ്ങളുടെ ഭാര്യ നമ്മൾ അടിയിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ തമ്മിൽ തല്ലി തീരുന്നവരുള്ളത്. ഇടയ്ക്ക് വന്നിട്ട് എന്തിനാ മനോജ, എന്തിനാ രാധാകൃഷ്ണ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ആരുമില്ല. ചോദിക്കാൻ വരുന്നവരൊരു പക്ഷേ നാസ്തികനായ സുഹൃത്തായിരിക്കും, അവൻ നിങ്ങളുടെ ഉള്ള നശിപ്പിച്ചേക്കും. പറഞ്ഞതർത്ഥം വീഡിയല്ല. ഇതിന്റെ വിളക്ക് തെളിയിക്കാൻ പറ്റാത്തത് കുടുംബത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അത് ഭേദമാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം പ്രായോഗികമായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ വൈദികമായ ധർമ്മം എല്ലാവർക്കും ഉള്ളത്, അതിൽ പറയാൻ പുലയൻ എന്ന വ്യത്യാസമുണ്ട്. മുക്കുവ സ്ത്രീയായ മത്സ്യഗന്ധിയുടെ പുത്രനായ വ്യാസാചാര്യരുടേതാണ് സകല ശാസ്ത്രങ്ങളും. അതുകൊണ്ടാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നത്. The entire world is but a remnant of what Vyasa has eaten. We have not got anything left over. He has tasted everything, every topic that there is on earth. ഭൂമിയിൽ ലഭ്യമായ എല്ലാ വിഷയങ്ങളെയും ആസ്വദിച്ച് രുചിച്ച് എച്ചിലാക്കിയ മഹാത്മാവാണ് വ്യാസൻ. ആ വ്യാസാചാര്യൻ നമുക്ക് പരമഗുരുവും വ്യാസന്റെ ജയന്തി ഒരു പൂർണിമയുമായത് ജാതി ഉള്ളതുകൊണ്ടല്ല. ജാതിക്ക് അതീതമായ 5000 ആണ്ടുകൾക്ക് മുമ്പേ ചിന്തിക്കാൻ ഭാരതീയനായ ഹിന്ദുവിന് സാധിച്ചതുകൊണ്ട്. ഈ ഇടക്കാലത്താണ് നമ്മൾ സാമ്പത്തികമായ അല്പം വിക്രിയകൾ തുടങ്ങിയപ്പോഴാണ് ജാതി ചിന്ത ഇത്ര പ്രബലമായത്. അല്ലെങ്കിൽ നമ്മുടെ വേദത്തിൽ നായർ എന്നൊരു പദം പോലും ഇല്ല.
വേദത്തിൽ തീയനെന്നോ ഈഴവനെന്നോ ഒരു പദം പോലുമില്ല. വൈദിക കാലത്തുള്ളതല്ല ഈ കാര്യങ്ങളൊന്നും. ഇത് ഇടക്കാലത്ത് നമ്മുടെ തൊഴിലിനനുസരിച്ച് വന്നിട്ടുള്ള ചില വാക്യങ്ങളാണ്, ചില വാക്കുകളാണ്. ഈ വാക്കുകൾ മുഴുവൻ പിടിച്ച് നമ്മൾ ഒന്നല്ലാതെ ചിന്തിക്കുന്ന നമ്മളെക്കാൾ വിട്ടികൾ വേറെ കാണില്ല. ഇത്തരത്തിൽ ജാതീയമായ പ്രശ്നം ഒരു വശത്ത് നമ്മുടെ ഗൃഹസ്ഥ ധർമ്മത്തെ വളരെയേറെ കാർന്നു തരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒരു നായർ കുടുംബത്തിലെ കുട്ടിയെ ഒരു ഈഴവന് വിവാഹം ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നായർ കുടുംബത്തിലെ പെൺകുട്ടി ക്രിസ്ത്യാനിയുടെ കൂടെ പോയി അങ്ങോട്ട് മതം മാറുകയാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റും. ഇതേപറ്റി വിവേകാനന്ദ സ്വാമികൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഒരു പറയൻ നിങ്ങളുടെ മുറ്റത്തുകൂടെ നടക്കുമ്പോൾ ദൂരെ പോ നാട്ടുന്ന നിങ്ങൾ, അവൻ പോയി മതം മാറി തൊപ്പിയിട്ട് വന്നാൽ കയറ്റി അകത്തിരുത്തി ചായ കൊടുക്കും. സ്വാമിജി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു മാറ്റം വന്നേ പറ്റൂ. മാറ്റം അറിവ് കൊണ്ട് മാത്രമേ ഉണ്ടാകൂ. ശരിയായ അറിവ്, സമ്യക്തമായ അറിവ് കൊണ്ട് മാത്രമേ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. ആ ഭാഗത്തിരിക്കുന്നവരാരും വെള്ളിലല്ല, അങ്ങോട്ട് തിരിക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. ഈ ഭാഗത്തിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിൽക്കുന്നവരുണ്ട്. നിൽക്കുന്നവർ അധിക നേരം നിൽക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ നിർത്തി പേടിക്കണം. ശരി, ഇത് നമ്മുടെ ഡയറ്റ് പ്രോബ്ലംസ് ദാറ്റ് വി ഫേസ് അത് മനസ്സിലാക്കണം. നിങ്ങളുടെ എല്ലാ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. എന്നോട് ഒരു അച്ഛൻ അന്ന് പറഞ്ഞു, മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. 4ാം തരത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, സാർ അവൾ പഠിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അവൾ ഇന്ന് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം വിളക്ക് തെളിക്കുന്ന സമയത്ത് ചോദിച്ചു, അച്ഛാ, why do we worship these blood-sucking gods? The question was not, നേരത്തെ പറഞ്ഞ പോലെ കഴുത ചോദിച്ച പോലെയാണ്. അത് കുട്ടിയുടെ ചോദ്യമൊന്നുമല്ല, ആരോ അവന്റെ അല്ലെങ്കിൽ അവളുടെ വായി തിരികുന്ന. എന്തിനാണ് നമ്മൾ രക്തം കുടിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നത്? കാളി, ചാമുണ്ടിയോ എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്? മനോഹരമായി രസകരമായിട്ട് നമ്മുടെ ഗായകൻ യേശുദാസ് ഒരു പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കളിയാക്കിക്കൊണ്ട്, കാളിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, പരുന്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെ റാഞ്ചാൻ വരുമ്പോൾ ഒരു കോഴിയുടെ ഭാവം എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെയാണ് കാളിയുടെ ഭാവം. അത് സംരക്ഷണത്തിന്റെ ഭാവമാണ്, ഭീതിപ്പെടുത്തലല്ല. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച അദ്ദേഹത്തെ പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഈ സംസ്കാരത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ജീവിക്കാതെ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉത്തരവില്ലാതെ ഇയാൾ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറഞ്ഞു കുട്ടി ഒരു ലോകം തൃപ്തിപ്പെടുത്തിച്ചു. പക്ഷെ നിത്യേന എന്നോണം അവൾ സ്കൂളിൽ ഇരുന്ന് ചെലവിടുന്ന സമയത്ത് കേൾക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ ഹിന്ദു വിരുദ്ധമാണ്. കുരങ്ങന്റെ മുഖമുള്ള ദൈവത്തിന് പൂജിക്കണം, ആനത്തലയുള്ള ദൈവത്തിന് എന്തിനു പൂജിക്കണം, ഇങ്ങനെ വിവിധങ്ങളായ ദൈവങ്ങളെ എന്തിനു പൂജിക്കണം, ഇങ്ങനെ എണ്ണമറ്റ ചോദ്യങ്ങൾ സാധുവായ ഹിന്ദുവിന്റെ ശിരസിലേക്ക് ഈടുവിടുകയാണ്. എത്ര കാലം ഈ മുറിവേറ്റ് നമ്മൾ മരിക്കാതിരിക്കും? ചിരിക്കും. നമ്മുടെ ചിരി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മം നശിക്കില്ല എന്നേ ഉള്ളൂ, അതിന് ക്ഷതമേൽക്കില്ല എന്നില്ല, അതിന് വേദന എടുക്കില്ല എന്നില്ല. ഈ സനാതനധർമ്മം നമ്മുടെ മാതൃധർമ്മത്തെ കളിയാക്കിക്കൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും നമ്മുടെ ക്ഷേത്രാചാരങ്ങളുടെ വൈവിധ്യം മനസ്സിലാക്കാതെ അതിനെ നിയമം മൂലം അടിച്ചമർത്തിക്കൊണ്ടും ഒക്കെ ചെയ്യുന്ന നവോത്ഥാനം എന്ന പേരിൽ നടത്തുന്ന കളതീർത്ത ഹിന്ദു വിരുദ്ധത ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്രാഥമികമായ കാര്യം, സാമ്പത്തികമായി ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി കയ്യയച്ച് ചെലവിടാനുള്ള മനസ്സുണ്ടാകും. എന്താ ഈ പറയാൻ കാരണം? ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കോടിക്കണക്കിന് രൂപ പൊട്ടിക്കാൻ ഹിന്ദുവിന് മടിയില്ല. അന്നേ ദിവസം വരെ ഒരു നേരമെങ്കിലും ലളിതാ സഹസ്രനാമം ചെയ്യാത്ത ആൾക്ക് ഉത്സവത്തിന് അന്ന് വലിയ പപ്പട വട്ടത്തിലുള്ള ബാഡ്ജ് കുത്തിയിട്ട് മുമ്പിൽ നടക്കാൻ ഇഷ്ടമാണ്. വീതിക്കരയുള്ള കസവും കാണിച്ച് ലിംഗനെ പോലെ ഷോളും പൊതിച്ച് ഇങ്ങനെ സാംസ്കാരികമായി ജീവിക്കാതെ സാംസ്കാരികമായി കെട്ടുകാഴ്ച നടത്തുന്ന ഹിന്ദുക്കളുടെ എണ്ണം കൂടി വരും. 2 കോടിയോ 3 കോടിയോ ക്ഷേത്ര പരിപാടികൾക്ക് മുടക്കാൻ മടിയില്ല ഹിന്ദുവിന്. പക്ഷെ അതേ സമയത്ത് ഒരു 1000 ഭഗവത്ഗീത സന്ദേശം പ്രിന്റ് ചെയ്ത് കൊടുക്കും, അതിന് പൈസ തരുന്ന വെച്ചാൽ തരില്ല, കൊടുക്കില്ല. അറിവ് നൽകാനുള്ള എല്ലാ അവസരങ്ങളും അടച്ചിട്ടുകൊണ്ട് സ്വയം പരിതപിക്കുന്ന ലോകത്തെ ഒരു ജനവിഭാഗമാണ് നമ്മൾ. പക്ഷേ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ ലോകത്തേക്ക് ഏറ്റവും മഹനീയമായ സന്ദേശങ്ങൾ അടങ്ങിയ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും എല്ലാം നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരിടത്ത് വളരുന്നുണ്ടെങ്കിലും മറ്റൊരിടത്ത് വല്ലാതെ തളരുന്നുണ്ട്. മനസ്സിലാവും. വിശേഷിച്ച് ഞാൻ പറഞ്ഞു, ഈ 2 ധർമ്മങ്ങളും കെട്ടുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൃഹസ്ഥ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത്തു തിരിഞ്ഞ് എഴുന്നേൽക്കണമെന്ന് പറയാത്ത കുട്ടികളുണ്ട്. നമ്മളിവിടേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ട് ഈ ഉണരാൻ പഠിപ്പിക്കണം.
വലതു തിരിഞ്ഞ് എഴുന്നേൽക്കാൻ രക്തചക്രണം മുഴുവൻ വലത്തോട്ടാണെന്നും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കരുതെന്നും ബോധത്തോടെ ശാന്തമായി വലത്തു തിരിഞ്ഞ് എഴുന്നേൽക്കണമെന്നും ഗോവിന്ദനെ നാമം ജപിക്കണമെന്നും ലക്ഷ്മിയെ ഓർക്കണമെന്നും സരസ്വതി ഓർക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം വീട്ടിൽ കിട്ടണം. മാത്രമല്ല, ചവിട്ടി നടക്കുന്ന ഭൂമി പെറ്റമ്മയെ പോലും കാണുന്ന ഭൂമിയാണെന്ന് മറക്കരുത്. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥനയുണ്ടായത്, സമുദ്രവസനേ ദേവി പർവ്വതസ്ഥലമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു നിലത്ത് ചവിട്ടേണ്ടത്. എന്തുകൊണ്ടാണെന്ന് കാരണം, എന്റെ പെറ്റമ്മയെയും എന്റെ അച്ഛനെയും മുത്തച്ഛനെയും എന്റെ തലമുറകളെയും മാനവരാശിയെ തന്നെയും താങ്ങി നിർത്തുന്ന ഗർഭപത്രം പോലെ വർത്തിക്കുന്ന ഭൂമി എനിക്ക് പെറ്റമ്മയേക്കാൾ പെറ്റമ്മയാണ്. അങ്ങനെ ഒരു വാക്യം അനുവദനീയമാണെങ്കിൽ പെറ്റമ്മയേക്കാൾ പെറ്റമ്മയാണ് ഭൂമി. ഇത് പുതിയ സന്ദേശമല്ല. അഥർവവേദത്തിലുണ്ട്, മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ. ഭൂമി എന്റെ അമ്മയാണ്, ഞാൻ അവിടുത്തെ സന്തതിയുടെ പുത്രനാണ്. ഈ സന്ദേശം ഇക്കോ ബാലൻസിങ്ങിന് അല്ലെങ്കിൽ നേച്ചർ പ്രൊട്ടക്ഷനൊക്കെ ഏറ്റവും വലിയ ആപ്തവാക്യമാണ്. ഇങ്ങനെ അനേകം ജീവസഞ്ചായകമായിട്ടുള്ള സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാരതീയ ധർമ്മത്തെ പഠിക്കാതെ മരിച്ചാൽ എത്രത്തോളം പാഴായ, ഒരു പക്ഷേ നിങ്ങൾക്ക് കോടികൾ ഉണ്ടായേക്കാം, ആളുകൾ ഉണ്ടായേക്കാം, വാഹനങ്ങൾ ഉണ്ടായേക്കാം, ബന്ധുവരം ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ മരിച്ചാൽ അത് കൃപണന്റെ ജന്മമായി. കൃപണനായി മരിക്കാതെ കൃതാർത്ഥനായി മരിക്കാൻ വേണ്ടിയുള്ള അവസരമാണ് ഓരോ ഭാരതീയനും. നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും ധർമ്മം ആചരിച്ചുകൊണ്ട് ധർമ്മം പ്രചരിപ്പിക്കണം. തപസ്സിനും സ്വാധ്യായത്തിനും പ്രവചനത്തിനും അടിപാടെന്ന് വേദം ഉപദേശിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൃഹസ്ഥ ധർമ്മത്തിൽ പിറന്നാൾ ആഘോഷങ്ങളെ കൂടുതൽ ഭാരതീയമാക്കി തീർക്കണം. ഒരുപക്ഷെ പ്രവാസികൾക്ക് എനിക്ക് തോന്നുന്നു പ്രവാസികൾ ഭാരതീയരെക്കാൾ ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ്. കാരണം അവർ നഷ്ടപ്പെടുന്നത് എന്താണ്, അവർക്ക് നഷ്ടപ്പെടുന്ന എന്തൊരു മധുരമാണെന്ന് അവർക്ക് അറിയാനുണ്ടാവും. ഇവിടെ വന്ന് ജീവിക്കുന്ന ശരിക്കും അവർക്ക് അറിയാം. They miss a lot. They miss the beauty and sanctity of Hinduism out here in a strange land. പക്ഷേ ഇതിനൊക്കെ അപ്പുറം നമ്മൾ ഭാരതീയ ജീവിക്കും വ്യക്തിപരമായി മന്ത്രജപവും അതുപോലെ മന്ത്രങ്ങളുടെ അർത്ഥം പഠിക്കലും അതുപോലെ തന്നെ ഗീത പഠിക്കലും ഒക്കെ ശീലിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ശങ്കരാചാര്യ സ്വാമിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. സ്വാമി ഭഗവാൻ ശങ്കരാചാര്യർ പറഞ്ഞു 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1 ഗേയം ഗീതാ നാമസഹസ്രം, ഭഗവത്ഗീതയും സഹസ്രനാമവും നിത്യവും ജപിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ചിലപ്പോൾ എഴുതുമെന്നറിയാം. എനിക്ക് തോന്നുന്നു 700 പേര് എഴുതുകയായി അല്ലെ? 701 ഏറ്റവും കൃത്യമായി പറയാം. 13-ാം അധ്യായത്തിലെ അർജുനന്റെ ഒരു ചോദ്യം ഒഴിവാക്കിയാൽ 700. 700 ശ്ലോകങ്ങൾ പഠിക്കാൻ 2 വർഷം തികച്ച് വേണ്ട. ദിവസവും ഒരു ശ്ലോകം 3 തവണ ഉറക്കെ ചൊല്ലുക. രണ്ടാമതായി അതിന്റെ പദം പിരിച്ച് അർത്ഥം പഠിക്കുക. സന്ധികൾ കൃത്യമായി പിരിക്കാൻ പഠിക്കുക. സാരാർത്ഥം ഗ്രഹിക്കുക. അങ്ങനെ 15 മിനിറ്റ് ചെലവഴിച്ചാൽ ഒരു ശ്ലോകം ഒരു ദിവസം പഠിക്കും. ഒരു വർഷം കൊണ്ട് 365 ശ്ലോകം പഠിക്കും. 2 വർഷം കൊണ്ട് 700 ശ്ലോകവും മുഴുവൻ പഠിച്ച് ഗീത പണ്ഡിതനും പണ്ഡിതയും ഒക്കെ ആവും. എന്തിനാണ് ഗീത എന്ന് പ്രത്യേകം പറയുന്നത്? എന്തുകൊണ്ട് വേദം എന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, 7 വയസ്സിലെങ്കിലും തുടങ്ങേണ്ടുന്ന ഒരു പ്രക്രിയയാണ് വൈദികന്റെ. 7 വയസ്സിലെങ്കിലും ഉപനയിച്ച് ശ്രദ്ധയോടെ സ്വരങ്ങളെ പഠിച്ചില്ലെങ്കിൽ ആ സ്വരങ്ങൾക്ക് വ്യത്യാസം വരും. ബഹുമാനപ്പെട്ട വിദ്യാസാഗർജിക്ക് സ്വാഗതം എന്ന് പറയുന്നതിന് പകരം ഈ വിദ്യാസാഗർ വേണമെങ്കിൽ സ്റ്റേജിലേക്ക് കയറി വന്നോട്ടെ എന്ന് പറയുന്നുണ്ടാവുന്ന ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, അത് വേദത്തിനുമുണ്ട്. സ്വരം വ്യത്യാസപ്പെട്ടാൽ ആഹ്വാനത്തിന് വ്യത്യാസം വരികയും ദേവതയുടെ കോപം ഉണ്ടാവുകയും ചെയ്യും എന്ന് പണ്ടുള്ളവർ പറയും. എടാ എന്ന് വിളിക്കുന്നത് സ്നേഹത്തോടെ വിളിക്കുന്നു, അല്ലാതെ വിളിക്കുന്നു നമുക്കറിയാം അല്ലേ? എടോ ഗോപാലകൃഷ്ണൻ കൊല്ലാൻ വേണ്ടിയുള്ള കൊലവിളി ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണ അമ്മയും എടോ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നത് അത് പക്ഷെ വളർത്താനുള്ള വിളിയാണ്. കൊല്ലാനുള്ള വിളി വേറെ വിളിച്ചിട്ടുണ്ട്, ആരാച്ചാരുടെ വിളി. അങ്ങനെ ഓരോ വിളിക്കും ഒരു അർത്ഥമാണ്. ഓരോ മന്ത്രവും ഓരോ ദേവതയ്ക്കുള്ള ആഹ്വാനങ്ങളാണ്. ആഹ്വാനങ്ങൾ കൃത്യമായ സ്വര സംവിധാനത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉദാത്തമായിട്ടുള്ള സ്വര സംവിധാനം. ആ സ്വര സംവിധാനം കുഞ്ഞുങ്ങൾ ഉറക്കണമെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ചിട്ടയോടെ അഭ്യസിച്ച് തന്നെയെങ്കിൽ, അപ്പൊ അത്രയും സാങ്ക്ടിറ്റി കൽപ്പിക്കപ്പെടുന്ന ഒരു വൈദിക പാരമ്പര്യത്തെ 35 വയസ്സ് വരെ ബീഫും പൊറാട്ടയും കൂട്ടി കഴിച്ചുകൊണ്ട് 36ാമത്തെ വയസ്സിൽ കുടുംബം വളർത്തി അഹങ്കാരം വളർത്താൻ ഉപയോഗിച്ചാൽ അത് വേദത്തെ കളിയാക്കലാവും. അതുകൊണ്ടാണ് വേദം തന്നെ പറയുന്നത്, എന്നെ അടിക്കുന്നേ എന്ന് പറഞ്ഞ് വേദം കരയുന്നു എന്നാണ്. അല്പശ്രുതനാകി
അല്പശ്രുതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കുറച്ച് പഠിച്ച് അഭിമാനം നടിക്കുന്നത്. അങ്ങനെ ആയി തീരാതിരിക്കാൻ ഗീത പഠിക്കണം. കാരണം ആദിശങ്കര ഭഗവത്പാദർ എന്ന ഭാരതത്തിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച ആചാര്യൻ നമ്മളോട് പറഞ്ഞത് ഗീത പഠിക്കാനാണ്. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഭഗവത്ഗീതയുടെ ഉപോദ്ഘാതത്തിൽ ആദിശങ്കര ഭഗവത്പാദർ പറയുന്നുള്ളൊരു കാര്യം, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. ഈ ഗീതാശാസ്ത്രം ഉണ്ടല്ലോ മുഴുവൻ വേദത്തെയും കടഞ്ഞെടുത്ത സാര സംഗ്രഹമാണ്. The Gita is the quintessence of the entire Vedic lore, Vedic literature. The cream, the crux, the gist of the Vedas. അതാണ് ഭഗവത്ഗീത. എങ്ങനെ പറയാൻ സാധിക്കും? ഗീതയിൽ ഉപദേശിക്കുന്ന വൈദികമായ ഈ രണ്ട് ധർമ്മങ്ങളെയാണ്. വൈദികമായ ഈ രണ്ട് ധർമ്മങ്ങളെ എങ്ങനെ നമുക്ക് നേടാം, എങ്ങനെ ഈ ധർമ്മഗ്ലാനി വരാതിരിക്കാം, എങ്ങനെ സനാതനമായ ഈ ധർമ്മത്തെ രക്ഷിക്കാം എന്നുള്ള വഴിയും ലക്ഷ്യവും കാണിച്ചു തരുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്, ജീവിതഗ്രന്ഥിയായ ഗ്രന്ഥമാണ്. മാത്രമല്ല ഏതുതരം ആഹാരം കഴിക്കണം, ഏതുതരം ആഹാരം കഴിക്കരുത്, സാത്വികമായ ആഹാരം എന്തൊക്കെ ചിത്തസ്ഥിതി ഉണ്ടാക്കും, രാജസികമായ ആഹാരം എന്തുകൊണ്ട് വർജിക്കണം, എന്താണ് താമസികമായ ആഹാരം, എന്താണ് ദാനം, ആർക്ക് ദാനം കൊടുക്കണം, ആർക്ക് കൊടുക്കരുത്, എത്ര തരത്തിലുള്ള ദാനമുണ്ട്, സാത്വികമായ ദാനം എന്ത്, താമസികമായത് എന്ത്, രാജസികമായത് എന്ത് എന്നിങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളെ പറ്റി ഭഗവത്ഗീത പറയുന്നത്. വളരെ ലളിതമായിട്ട് ഒരു അല്പം ഒരു പിഞ്ച് എടുത്ത് റാൻഡം സാമ്പിളിംഗ് എടുത്താൽ യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്ന് പറയുന്ന ഗീതയിലെ മന്ത്രം. എത്ര സിമ്പിളാണ്. ഇന്നത്തെ ലോകത്ത് ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ മന്ത്രമാണ് യുക്താഹാര വിഹാരസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബോഡി ടെമ്പറമെന്റ്, നിങ്ങളുടെ ബോഡിയുടെ പക്വതയ്ക്കനുസരിച്ച്, മനസ്സിന്റെ പക്വതയ്ക്കനുസരിച്ച് ഏത് ആഹാരം വേണമോ ആ യുക്തമായ ആഹാരം കഴിക്കുന്നുണ്ടാവണം. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിൽപ്പെട്ട അഭിനന്ദനോട് നാളെ ഞാൻ പച്ചക്കറി കൂട്ടാൻ പറഞ്ഞാൽ, മോരും പുളിശ്ശേരി കൂട്ടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ദഹിച്ചത് വരില്ല, മാത്രമേ അയാൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിക്കൊള്ളുന്നില്ല. ക്ഷത്രിയനാണ്. ക്ഷത്രിയനായ ഒരാളോട് ഞാൻ ഇന്ന ആഹാരം കഴിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ക്ഷത്രിയൻ തിരഞ്ഞെടുക്കുന്ന ആഹാരം ക്ഷാത്രം കൊണ്ട് തന്നെ അത് ശരീരത്തിന് ഉണർവും ബലവും ദീർഘനേരത്തേക്ക് നിലനിർത്തുന്നതായിരിക്കാം. എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന, എട്ടാം തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ ഞാൻ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പരിചയപ്പെട്ടു. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കുഴിമന്തിയാണ്. ഞാൻ ചോദിച്ചു, മോക്ക് എന്താ ജോലി? കരാശിപ്പണിയാണോ? കരാശിപ്പണി നടന്നറിയോ? വലിയ വലിയ ലോഡൊക്കെ വലിക്കുന്ന, പിന്നെ എന്താ പറയാ, ഭാരദ്വാഹമൊന്നുമല്ല, വലിയ വലിയ ക്രെയിനിന്റെ ജോലിയൊക്കെ ഉണ്ടോ ചെയ്യുന്നത്. ചെയ്യുന്ന ജോലിക്കനുസരിച്ച് വേണം ആഹാരം കഴിക്കാൻ. പഠിക്കുന്ന കുട്ടിക്ക് കുഴിമന്തി വേണ്ട. പഠിക്കുന്ന കുട്ടിക്ക് അറേബ്യൻ ഭക്ഷണങ്ങളുടെ ആവശ്യമില്ല, വിശേഷ മാംസഭക്ഷണങ്ങൾ. പഠിക്കുന്ന കുട്ടിക്ക് ഒരു യാമത്തിനുള്ളിൽ ദഹിക്കുന്ന ഭക്ഷണമേ കൊടുക്കാവൂ. അതാണ് ആ കുട്ടിയെ സംബന്ധിച്ച് അവന്റെ യുക്താഹാരം. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അല്പാഹാരമാണ് തരുന്നത്. ഒരു തൈര്-സാധനം കിട്ടിയാൽ വളരെ സന്തോഷം. ഇന്നത്തെ കുട്ടികൾ തൈര്-സാധനം കൊടുത്താൽ അമ്മയ്ക്ക് ഈ പ്ലേറ്റ് കൊണ്ട് അടിക്കണം. കുട്ടികൾക്ക് ദഹിക്കാത്ത ഒരു കോഴിമുട്ട രാവിലെ കഴിച്ചാൽ 8 മണിക്കൂർ എടുത്തുകൊണ്ട് ദഹിക്കും കുട്ടിക്ക്. അതേ സമയത്ത് പറമ്പിൽ കളിക്കാൻ വരുന്ന ഒരാൾക്ക് അതിനപ്പുറം കഴിക്കും. ഒരാൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് അവന് യുക്തമായിട്ടുള്ള, അവന്റെ ശരീരത്തിന് ടെമ്പറമെന്റ് അനുസരിച്ചുള്ള, ഫിസിക്കൽ സ്റ്റേച്ചർ അനുസരിച്ചുള്ള, മെന്റൽ സ്റ്റെബിലിറ്റി അനുസരിച്ചുള്ള, ഇമോഷണൽ ബാലൻസ് അനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കും. അതുകൊണ്ടാണ് ഗീത യുക്താഹാരം എന്ന് പറയുന്നത്. ഗീത ഇന്നത് ഹലാലാണെന്ന് പറഞ്ഞില്ല. ഗീത പറഞ്ഞത് ഇന്നത് കഴിച്ചാൽ നിനക്ക് നിന്റെ ആവശ്യം നിറവേറുമെങ്കിൽ അതേ നീ കഴിക്കാവൂ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗീത ഇന്നിന്റെ മാത്രം പുസ്തകമല്ല, നാളുകളുടെയും പുസ്തകമാണ്, ഇന്നലത്തെയും പുസ്തകമാണ്. ഗീതാശാസ്ത്രം നമ്മൾ ഉപദേശിച്ച് യുക്താഹാരം മാത്രം പോരാ, യുക്തവിഹാരം, യുക്താഹാര വിഹാരസ്യ. എന്താ വിഹാരം എന്ന് പറഞ്ഞാൽ? കളികൾ, എക്സസൈസുകൾ, ഓട്ടം ചാട്ടം, എന്ത് നിനക്ക് യുക്തമായത് അത് നീ ചെയ്യാം. ഏത് നിനക്ക് യുക്തമാണോ അത്തരം കളികൾ നീ കളിച്ചോളൂ. ഇന്ന് ആരോഗ്യം എന്ന് പറഞ്ഞ ഉടനെ ജിമ്മിന്റെ ചിത്രമാണ്. തോല് കുളിച്ച് നിർത്തിയ റോലർ കോഴിയെ പോലെ ആവാനല്ല ഗീത പറയുന്നത്. പറയട്ടെ, അല്ല ഞാൻ അത് ഓരോ മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് ഇഞ്ചക്ഷൻ വെക്കുകയാണ്. അതാണ് വീങ്ങി വരുന്നത്. ഈസ്ട്രജൻ അല്ലേ വെക്കുന്നത്. സ്ത്രീകളെ പോലെ ശരീരത്തിൽ വളർച്ച ഉണ്ടാകും, അത് പിന്നീട് ഉരുട്ടിയെടുക്കുക, ഇത് കഴിച്ചു കൊടുക്കും. അവസാനം കേരളത്തില് ഓരോ പഞ്ചായത്തിനും ഓരോ വന്ധ്യതാ ക്ലിനിക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അതിനർത്ഥം മനസ്സിലായി,
ഈസ്ട്രജൻ അളവ് കൂടുകയും സ്ത്രീ ഹോർമോണിന്റെ അളവ് കൂടുകയും പുരുഷ ഹോർമോണിന്റെ അളവ് കുറയുകയും ചെയ്യുകയാണ്. ജിമ്മിൽ പോയി ആരോഗ്യമുണ്ടെന്ന് കരുതും. കണ്ടാൽ നല്ലതാണ്, ഡ്രസ് ഇട്ടാൽ നല്ലതാണ്, ഡ്രസ്സൊക്കെ ഇട്ടാൽ നന്നായിരുന്നു. പക്ഷെ അവന് 50 വയസ്സ് നിരത്തി വിടാൻ മുട്ടുമടങ്ങാതെ തുന്നിയെടുക്കാൻ സാധിക്കില്ല. ആരോഗ്യം എന്നതിന് തമിഴ്നാട്ടിൽ വളരെ രസകരമായ ഒരു സങ്കല്പമാണ്. എന്താണെന്ന് വെച്ചാല് സ്വന്തം ശരീരത്തിന്റെ ഏത് ഭാഗത്തും മുട്ടുമടങ്ങാതെ കാൽമുട്ടുമടങ്ങാതെ എണ്ണ തേക്കാൻ കഴിയുമെങ്കിൽ അവൻ ആരോഗ്യമുണ്ട്. സ്വന്തം ശരീരത്തിന്റെ ഏത് ഭാഗത്തും കാൽമുട്ടുമടങ്ങാതെ നിന്നുകൊണ്ട് എണ്ണ തേക്കാൻ കഴിയുമെങ്കിൽ അവൻ ആരോഗ്യമുണ്ട്. വീട്ടിൽ പോയി ശ്രമിച്ചു നോക്കിയോ, തലകുത്തി വിടരുത്. ഞാൻ പറഞ്ഞു നിങ്ങളെ ചെയ്ത് നോക്കിയിട്ട് വീട്ടിൽ തലകുത്തി വിടരുത്, എന്റെ പേരെ കെട്ടി വെക്കരുത്. ഞാൻ പറഞ്ഞു നമ്മുടെ ആരോഗ്യം നശിച്ചിരിക്കുകയാണ്, നമ്മുടെ മധ്യഭാഗങ്ങൾ വളർന്നു വരികയാണ്, ഉദരം വളർന്നു വരികയാണ്, നമ്മുടെ ഹൃദയം ചുരുങ്ങി പോവുകയാണ്, ബുദ്ധിയും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് പിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറയുന്നത് അത് കറക്റ്റാണ്. ഇത് പിയർ ഗ്രോത്ത് അല്ല, പേർ ഗ്രോത്താണ്. ഗർഭം കയറി നടക്കുന്ന പോലെ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ ബോഡി ഒന്നുമില്ല. ആ ആപ്പിൾ ബോഡി വരാൻ എന്ത് ചെയ്യണം? യുക്തമായ ആഹാരം കഴിക്കണം, യുക്തമായി വിഹാരം ചെയ്യണം, കളിക്കണം, വിയർത്തതോടെ കളിക്കണം, കുട്ടികളെ മണ്ണിൽ കളിക്കുന്നതിന് വിലക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, അടുത്തത് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ ഇരുന്നാലും അടങ്ങിയിരിക്കാൻ പഠിപ്പിക്കണം. ശരിയായ ശാരീരിക ചേഷ്ടകളുണ്ടാണ്. ഒരു ദൃഷ്ടി പോലും അനാവശ്യമായി വരരുത്. ഇന്ന് അങ്ങനെയുള്ള ആളുകൾ വെറുതെ കാലൊന്നും ഇളക്കിക്കൊണ്ടിരിക്കും, തല ചോർന്നുകൊണ്ടിരിക്കും, മൂക്കിന് താന പോയിട്ടോ തരുന്നുകൊണ്ടിരിക്കും. ആളുകളുടെ ശരീര ചേഷ്ടകളെ പറ്റി അവർ അറിയുന്നില്ല. ചേഷ്ട എന്നത് വലിയ കർമ്മങ്ങൾ എടുക്കാം, യുക്തമായ കർമ്മങ്ങൾ ചെയ്യണം. എനിക്ക് ചേരുന്ന എന്റെ ടെമ്പറമെന്റ് ചോദ്യത്തിൽ ചില ബാങ്കുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ബാങ്കുകളൊക്കെ, SBI പോലുള്ള ബാങ്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യേണ്ടവരാണ് ആ ക്ലാർക്കായിട്ട് ജോലി ചെയ്യുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ അവർ പാകിസ്ഥാന്റെ പടയാളിയെ തോന്നുന്നത് മനസ്സിലായി. അത് ടെമ്പറമെന്റ് പറ്റിയ ജോലിയല്ല പലരും ചെയ്യുന്നത്. എനിക്ക് ഒരു അല്പം മുൻകൂട്ടിയുള്ള ആളാണ്. കാരണം ദുർവാസാവിന്റെ പാരമ്പര്യമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു, പല ഹോട്ടൽ ബെയറേഴ്സും അവർക്ക് ആ ചെയ്യുന്ന ജോലിയിൽ അഭിമാനമില്ലെന്ന് മാത്രമല്ല, ഇതല്ല തന്റെ ജോലി എന്ന് ഉറപ്പിച്ചിട്ടാണ് ഓർഡർ എടുക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മളൊന്ന് അല്പം മസാല ദോശ വേണോ അതോ പിന്നെ ഗീ റൈസ് വേണമോ എന്ന് ആലോചിക്കുമ്പോഴേ അവൻ പോയി കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവൻ ആ ചെയ്യുന്ന ജോലി അവനുള്ളതല്ല, യുക്തമല്ലെന്ന് അവൻ തന്നെ പറയുകയാണ്. പക്ഷെ ഇത് വിട്ടു പോവില്ല, നമുക്ക് നല്ല ആഹാരം കിട്ടുകയുമില്ല. അപ്പൊ ഒരാൾ അയാൾക്ക് ചേർന്ന ജോലി അല്ല ചെയ്യുന്നതെങ്കിൽ, ഒരാൾ റിസോർട്ടുകളിൽ പോയി ടൂർ അടിച്ച് നടക്കേണ്ട ആളാണ്, അയാൾ പ്രധാനമന്ത്രിയാളെ കുഴപ്പമില്ല ചിന്തിക്കും. ഒരാൾ റിസോർട്ടുകളിൽ സ്ത്രീകളോടൊപ്പം പോയി ജനിക്കേണ്ട ആളാണ്. അത്തരത്തിലുള്ള ഒരു ജോൺ ജുവൻ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. കുമരകത്തൊക്കെ കണ്ട് പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, അല്ല മക്കാവയിലൊക്കെ പോയി കാണേണ്ട ആളുകൾ, ബിക്കിനി ഡാൻസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അവരൊക്കെ നമ്മുടെ ഡാൻസ് ബാറുകൾ മാത്രം കണ്ടുപടുന്ന ആളുകൾ, അവരൊക്കെ അല്ലെങ്കിൽ ഒരു ഭാരതീയ പൗരൻ ഒരിക്കലും താങ്ങാനാവാത്ത ചിലവുള്ള വിദേശയാത്രകളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ചെയ്ത് ശീലിച്ചിട്ടുള്ള, ബാല്യകാലത്ത് ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് മക്കാവിലേക്ക് പോകുന്ന ആളുകൾ, അവർ ഈ ഏഴകളായിട്ടുള്ള കാറ്റൽ ക്ലാസിന്റെ വിഷമം എങ്ങനെ മനസ്സിലാക്കും? അത് ഒറ്റ മുറി, അതായത് ഒരു ട്രെയിനിന്റെ ചെറിയൊരു കമ്പാർട്ട്മെന്റ് പകുതി മാത്രമുള്ള ഒരു വീട്ടിൽ വളർന്നു വന്ന് റെയിൽവേ സ്റ്റേഷൻ ചായയൊക്കെ വിട്ട് വന്ന് അടിയും തുണിയും കൊണ്ടും വിഷമിച്ചും കഷ്ടപ്പെട്ട് സന്യാസിമാരുടെ പാദം കഴുകി സേവിച്ച് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ കുടിച്ചും കൈപ്പ് തിന്നും വളർന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പകുതി ഒരിക്കൽ പോലും ഒരു നല്ല ഊണ് പോലും കഴിക്കാനാവാത്ത ആളാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി. രണ്ടാം പകുതിയിലോ മൂന്നാം പകുതിയിലോ തുടങ്ങി ഇന്നിങ്സ് സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ മനോഹരമുണ്ടെന്ന് പോകുന്നു. ചിലർക്ക് അങ്ങനെയാണ്. രാജയോഗം എന്ന് പറഞ്ഞാൽ ചക്രവർത്തി യോഗമാണ്. രാജാവ് ഒരു രാജ്യം ഭരിക്കുന്നവൻ, ചക്രവർത്തി ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കുന്നവൻ. വാർഷികമായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും US-ന്റെ കൂടെ പ്രധാനമന്ത്രിയാണ്. മാനസികമായിട്ട് ആ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു സ്വീകാര്യത, എല്ലാവർക്കും ഇയാൾ ഞങ്ങളുടെയും കൂടി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു അഹേലിറ്റി അത് കൊണ്ടുവരാൻ കഴിഞ്ഞത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു ബാല്യകാലം, വളരെ വിഷമം നിറഞ്ഞ ഒരു യൗവനകാലം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ദുഃഖത്തിന്റെ കൈക്കൂലിയിൽ അല്പം അകത്ത് ചെന്നാലേ സ്നേഹവും കാരുണ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു പുറത്തേക്ക് വരും.
അങ്ങനെ ഒരു മഹാഗുരുവിന്റെ പാദാന്തികത്തിലിരുന്ന് നമുക്ക് പഠിക്കാനും അവിടെ നിന്ന് കയ്യിൽ നിന്ന് മന്ത്രം സ്വീകരിക്കാൻ കഴിഞ്ഞതിന് ഫലത്തിലാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു അലയ കുടുംബത്തിൽ ജനിച്ച ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങൾ അതിജീവിച്ചു വന്നിട്ടുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് മന്ത്രം വാങ്ങിയതും ആ അമ്മയിൽ നിന്ന് ലോകത്തിന് മുഴുവൻ വിശ്വജനയെ മാറിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ദുഃഖവും കൈക്കും തന്നെ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തും ഉണ്ട് എങ്കിലും ഉണ്ടില്ല എന്ന രീതി വളർത്തും. മനസ്സിലായി? അപ്പൊ ആ ഒരു അല്പം, അതായത് സ്കാസിറ്റി മേക്സ് എ പേഴ്സൺ എ സൂപ്പർ സ്റ്റാർ. അത് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികൾക്ക് എല്ലാം കൊടുക്കരുത്. ഇന്ന് പണ്ടൊക്കെ ഒരു പെൻസിൽ കുറ്റിയായി അച്ഛനെ കാണിക്കണം, ഇതാ തീരാനായി, അടുത്ത പെൻസിൽ വേണമെന്ന് പറയണം. ഇന്ന് അങ്ങനെയല്ല. ഈ സ്കൂൾ കാലം തുടങ്ങുന്ന ഒരു പെട്ടി പെൻസിൽ വാങ്ങി വയ്ക്കുകയാണ്, അതിൻ്റെ വില അറിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അമിതമായി കൊടുക്കുന്നത് ഒഴിവാക്കുക. അതിൽ എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ശ്രിയാദേയം ക്രിയാദേയം ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം പറയണമേത്. ഐശ്വര്യത്തിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് കൊടുക്കൂ, ലജ്ജയോടെ കൊടുക്കൂ. അത് മലയാളി പ്രത്യേകം പഠിക്കണം. മലയാളി അമ്പലത്തിലേക്ക് ഒരു കിണ്ടി കൊടുത്താൽ അത് 4 വർഷം എഴുതുന്നത്. ഇത് വൈദികമല്ല. അവനവന്റെ പേര് അറിയണമെന്ന പേരാശയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം താമസികമായ കർമ്മങ്ങളായിട്ടാണ് ഭഗവത്ഗീത കാണുന്നത്. അതുകൊണ്ടാണ് ഗീത പഠിക്കേണ്ടത്. അല്ലെങ്കിൽ കിണ്ടിയിൽ പേരെഴുതും. മനസ്സിലായി? തോട്ടുവിളക്കിൽ പേരെഴുതും, ഉരുളിയിൽ പേരെഴുതും. എന്തിനേറെ പറയുന്നത്, ഒരു കല്ല് അമ്പലത്തിൽ കൊടുത്ത് അതിന്റെ മുകളിൽ പേരെഴുതും. അവനെ ചവിട്ടി നാട്ടുകാരെ ദേഷ്യവും തീർന്നു. പറഞ്ഞ മനസ്സിലായി? ശ്രീയാദേയം ഐശ്വര്യത്തിന് കൊടുക്കൂ, ക്രിയാദേയം ലജ്ജയോടുകൂടി കൊടുക്കും. എനിക്ക് ഇതിനെ കൊടുക്കാൻ പറ്റിയുള്ളല്ലോ എന്ന ചിന്തയോട് കൊടുക്കൂ. You should not claim. You have no right to claim. കൊടുക്കുന്നത് നിങ്ങളുടെ ധർമ്മമാണ്, ദാനം ധർമ്മമാണ്, മതമല്ല. ശ്രീയാദേയം ക്രിയാദേയം ശ്രദ്ധയാദേയം, വളരെ ശ്രദ്ധയോടെ കൊടുക്കൂ. അല്ലാതെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സമർപ്പണ ബോധത്തോടു കൂടി കൊടുക്കും. വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. വീട്ടിൽ വരുന്ന ഭിക്ഷാന്തേഹി ഈശ്വരൻ തന്നെയാണ് ഭാരതീയൻ. കാരണം അവനാണ് യഥാർത്ഥ അതിഥി. തിഥി നോക്കാതെ വിശന്ന് കയറി വരുന്നവൻ അവനാണ്. അവനെ ആരായി കാണണമെന്നാണ് വേദം പറയുന്നത്? അതിഥി ദേവോഭവ. അമ്മായി ഞാൻ വീട്ടിലേക്ക് 4:30 വരുന്നുണ്ടെന്ന് വിളിച്ചു പറയുന്നവൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ദാനമല്ല. വിശന്നിട്ട് നമ്മുടെ സമയം അറിയാതെ കയറി വന്ന് വിശപ്പിൽ കൊണ്ട് യാചിക്കുന്നവൻ ഈശ്വരൻ തന്നെ എന്ന് പഠിപ്പിച്ച സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്. ആരും തന്നെ താഴെയല്ലെന്നും ആത്മാവിങ്കൽ എല്ലാം ഒന്നു തന്നെയെന്നും പഠിപ്പിച്ച ഒരേ ഒരു സന്ദേശം അദ്വൈത വേദാന്തമാണ്. അവൻ ഇവൻ എന്ന ബോധങ്ങളെല്ലാം അവൻ ഒരു പൊരുളായി എല്ലാം ഒടുങ്ങുന്ന അനുഭവം എന്നത് അദ്വൈതം മാത്രമാണ്. ഈശ്വരനും ഞാനും വേറെ എന്ന ബോധം പോലും ഇല്ലാതായി നമ്മെല്ലാം ഒന്ന് ഈശ്വര ചൈതന്യം എന്നിൽ തന്നെ എന്ന ബോധം ഉദിക്കുന്ന അനുഭൂതിദായകമായ ഒരു മതത്തിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടും അതിൽ ജീവിക്കാത്തവർ നമ്മളാണ്. അക്കരെ കൊണ്ടുപോകുന്ന തോണിയിൽ ഇരുന്നു കൊണ്ട് കപ്പൽ സ്വപ്നം കാണുന്ന വ്യക്തികളാണ്. ഈ തോണിയിൽ വിശ്വസിച്ചാൽ അക്കരെ കൊണ്ടുപോയിരിക്കും. നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹി, ദുർഗാസൂക്തം വേദത്തിൽ. ഈ മഹത്തായ ഭവസാഗരത്തെ, ഈ സംസാര സാഗരത്തെ, ഈ വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ശോകമോഹങ്ങളുടെയും ഈ അലകടലിനെ അക്കരെ എത്തിക്കുന്ന കപ്പലാണ്. ആവി വൻതോണിയാണ് നാരായണ ഗുരുദേവന്റെ ഭാഷയിൽ. ആവി വൻതോണിയാണെന്ന് വേദം ആദ്യമേ പറയുന്നു. നാവേവ സിദ്ധും ദുരിതാത്യഗ്നി, ഈ ദുരിതങ്ങളിൽ നിന്ന് അക്കരെ കടത്തുന്ന തോണിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ നമ്മുടെ സംസ്കാരം. മറക്കരുത്. കുട്ടികൾ പറഞ്ഞു വിടണം. അപ്പൊ ഞാൻ പഠിച്ചു എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ മതം മാറുന്നു, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ മതത്തിൽ അഭിമാനമില്ലാതാവുന്നു. Because we don't function as a supportive system. We should function as a supportive system, not as a mere religion. പേരിൽ SSLC ബുക്കിൽ ഹിന്ദു എഴുതാൻ മാത്രം പോരാ, നമുക്കൊരു ഫംഗ്ഷനിങ് സിസ്റ്റമായി മാറും. അതിനെന്ത് ചെയ്യാൻ ചിന്തിക്കണം. ഇനി അതിന്റെ കാലഘട്ടമാണ്. ഒരു ശങ്കരാചാര്യർ പോരാ, എല്ലാവരും ശങ്കരന്മാരായിരിക്കണം. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശങ്കരോ തീരി ശങ്കര. സുഖം ശാന്തി ആര് കൊടുക്കുന്നുവോ അവൻ ശങ്കരൻ. പരസ്പരം സുഖവും ശാന്തിയും കൊടുക്കുന്നവൻ ശങ്കരന്മാരായി നമ്മൾ മാറണം. അഭിനവ ശങ്കരന്മാരായി ഓരോരുത്തരും മാറണം. ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുട്ടിക്ക് അന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ എത്ര വലിയൊരു ഡോക്ടറോ എഞ്ചിനീയറോ, ഒരു പക്ഷേ ഒരു നരേന്ദ്രമോദിയോ തന്നെ ആയിക്കൂടായിരുന്നില്ല. ഇന്ന് അവൻ ഏറിയ ഞാൻ പറയേണ്ടത് അല്ലേ? മഴുവിൽ വെട്ടിക്കൊന്നിട്ട് ഹിന്ദുമാവുന്ന കാലമാണ്. ഒരാളെ ഒരു പച്ച മനുഷ്യനെ നടുറോട്ടിൽ മഴുവിൽ വെട്ടിക്കൊന്നിട്ട് അതിലെ ലജ്ജ ഇല്ലാത്ത ന്യായീകരണങ്ങൾ ചുമത്തിക്കൊണ്ട് രാഷ്ട്രീയമായി വിജയിച്ച് അധികാരത്തിലിരിക്കുന്നവനായിട്ട് ഒരു ക്രിമിനലിനെ സൃഷ്ടിക്കലാവാം ചിലപ്പോൾ. അതുകൊണ്ടാണ് മതം ഒരു സപ്പോർട്ടീവ് സിസ്റ്റമാണ്. ക്രിസ്ത്യാനിക്ക് അതൊരു സപ്പോർട്ടീവ് സിസ്റ്റമാണ്.
ആ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മളെല്ലാവരും വിചാരിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞത് ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ ഈ ഏപ്രിൽ 26-27 ദിവസങ്ങളിൽ ധർമാചാര്യന്മാർക്കുള്ള പരിശീലനം നടക്കണം. അതായത് ഈ ധർമ്മസൂത്രങ്ങൾ, ഗൃഹസ്ഥധർമ്മസൂത്രങ്ങൾ, വേദത്തിലുള്ള ധർമ്മസൂത്രങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന കാര്യങ്ങൾ എല്ലാം അതിലുണ്ട്. അതെടുത്ത് കൃത്യമായ സിലബസ് ഉണ്ടാക്കിയിട്ട് കുറെ പേരെ പഠിപ്പിക്കുകയാണ് ഞാൻ. എന്നിട്ട് അവരെ കൊണ്ട് വിവാഹം ചെയ്യാൻ പോകുന്ന കുട്ടികളെ വധൂവരന്മാരായി നിശ്ചയം കഴിഞ്ഞ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 7 ദിവസത്തെ ക്യാമ്പിൽ, സഹവാസ ക്യാമ്പിലാണ്. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ കൂടെ 7 ദിവസം ചെലവഴിച്ച് കഴിയുമ്പോൾ മരിക്കുന്നവരെ അഭിമാന ബോധമുള്ള, ആർജവമുള്ള, ആചരണമുള്ള, അറിവുള്ള ഹിന്ദുവായി അവൻ ജീവിക്കും. ഇതിനു വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത്. ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ ജഗദീശയുടെ പാദങ്ങൾ സമർപ്പിക്കട്ടെ. ഹര ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.